നമ്മളുടെ മറ്റൊരു ഓറിയന്റേഷൻ ക്ലാസ്, അതായത് റെയിൽവേ എക്സാംസിന്റെ മറ്റൊരു ഓറിയന്റേഷൻ ക്ലാസ് ആണ്. 2024 റെയിൽവേ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. കാരണം ഓൾറെഡി ഇപ്പോൾ തന്നെ 4 നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. 4 അല്ല, മൊത്തം ഒരു 5 നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഫസ്റ്റ് വന്നത് RRB ALP ആണ്, ടെക്നിക്കൽ എക്സാംസ് ആണ്. അതേപോലെ തന്നെ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം വിളിച്ചു കഴിഞ്ഞു. അതിന്റെ ഡേറ്റ് ഒക്കെ ഓവറായി. ഇപ്പം RPFന്റെ SIയും കോൺസ്റ്റബിളും ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത്, ഈ വർഷം വരാൻ പോകുന്നത് ഇനി RRB JE, RRB എന്താണ് NTPC ഉണ്ട്, ഗ്രൂപ്പ് ഡി ഉണ്ട്, അതേപോലെ തന്നെ RRB JE എക്സാം ഉണ്ട്. അപ്പം ഈ ഒരു എക്സാമുകളുടെ എല്ലാം പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എക്സാമുകൾക്കെല്ലാം അപ്പർ ഏജ് ലിമിറ്റ് 1 ടൈം നമുക്ക് കൂട്ടിയിട്ടുണ്ട്. ഒരു 3 കൊല്ലം എല്ലാവർക്കും, റെസ്പെക്റ്റീവ് ഓഫ് ദയർ കാറ്റഗറി. അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിലും OBCയോ SCയോ ST കാറ്റഗറിയോ ഏത് കാറ്റഗറി ആണെങ്കിലും കാറ്റഗറി യു മേ ബിലോങ്, നിങ്ങളുടെ ഏജിന്റെ ലിമിറ്റ് ഒരു +3 ഇയേഴ്സും കൂടെ കൂട്ടിയിട്ടുണ്ട്. 1 ടൈം മാത്രമാണ്. കോവിഡിന്റെ സമയത്തുള്ള ആ ഒരു കോമ്പൻസേഷന് വേണ്ടിയിട്ടാണ്, കോവിഡ് കോമ്പൻസേഷൻ ആയിട്ടാണ് ആ 3 കൊല്ലം കൂട്ടിയിരുന്നത്. ഓക്കെ, അപ്പോ ഇപ്പം റെയിൽവേ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർഷമാണ് ഈ ഒരു 2024 എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഈ ക്ലാസ്സിനകത്ത് ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ചും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സാമുകൾക്കെല്ലാം തന്നെ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല. ടെക്നീഷ്യന്റെ വന്നപ്പോഴത്തേക്ക് അത് മെക്കാനിക്കലിനും സിവിലിനും ഒന്നും ഇല്ലായിരുന്നു. ALPക്കകത്തും സിവിലുകാർക്ക് ഇല്ലായിരുന്നു. ബാക്കിയുള്ള ആൾക്കാർക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പോ വളരെയധികം നോട്ടിഫിക്കേഷൻസ്, വളരെയധികം ഓപ്പണിങ്സ്, അതായത് എല്ലാം കൂടെ ത്രൂ ഔട്ട് എല്ലാം കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വളരെയധികം ഓപ്പണിങ്സ് ഉള്ള ഒരു ഇയർ ആണ് 2024. അപ്പൊ ഇപ്പൊ കയറിയാൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കോമ്പറ്റീഷൻസ് വളരെയധികം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇനി എങ്ങനെയായിരിക്കും അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിയമനം എന്നുള്ള കാര്യങ്ങളിലും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇതില്ല. അതായത് പല ഓപ്പറേഷൻസും പ്രൈവറ്റ് സെക്ടേഴ്സിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ആ ഒരു എന്തായിരുന്നു, അപ്പൊ അങ്ങനെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഇപ്പോൾ കയറുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ട് നമുക്ക് എത്രയും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരു ജോലി, നമുക്ക് ഒരു ഗവൺമെന്റ് സർവീസ് ആണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ ആണ് ഇപ്പോൾ റെയിൽവേയുടെ ഈ ഒരു എക്സാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു എക്സാം നമ്മൾ RRB JEയുടെ CBT 1ന്റെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് എക്സാമിനകത്ത് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്സാമിന് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം, ഏതൊക്കെ ബുക്സ് നമുക്ക് റെഫർ ചെയ്യണം, എക്സാം എങ്ങനെയായിരിക്കും നടത്തുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ കുറെ ആൾക്കാരൊക്കെ എന്റെ സ്റ്റുഡൻസിനകത്തുണ്ട്, അല്ലാത്ത കുട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പം എന്റെ പേര് ഞാനൊന്ന് പറയാം. എന്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പൊ ഞാനാണ് ഇവിടെ റെയിൽവേ എക്സാംസിന്റെ CBT 1ന്റെ എല്ലാ എക്സാമുകളുടെയും മാത്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യത്തെ ഏജ് ലിമിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ 2018 വന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 18 മുതൽ 33 വയസ്സ് വരെ ആയിരുന്നു 2018 കേസ് അനുസരിച്ചിട്ട്. എന്നാൽ കോവിഡ് കോമ്പൻസേഷനും കൂടെ വന്ന്, അതായത് തൊട്ട് മുമ്പേ വന്ന RPFന്റെ ആണെങ്കിലും RRB ടെക്നീഷ്യൻ ആണെങ്കിലും അതേപോലെ തന്നെ ALPയുടെ ആണെങ്കിലും അതിന്റെ ഈ അപ്പർ ഏജ് ലിമിറ്റിന് ഒരു 3 കൊല്ലത്തേക്ക് കൂടെ ഇളവ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഡ്യൂ ടു കോവിഡ്, ഒരു കോവിഡ് കോമ്പൻസേഷൻ ആയിട്ട് 3 കൊല്ലത്തെ ഇളവും കൂടെ അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് പറയുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. 2024 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു 3 വയസ്സും കൂടി ഉള്ള ഒരു കോമ്പൻസേഷൻ കിട്ടിയത് കൊണ്ട് തന്നെ ഇത്തവണത്തെ കോമ്പറ്റീഷൻ കുറച്ചും കൂടെ കൂടുതലായിരിക്കാം. അതായത് ആ 33 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. 3 കൊല്ലത്തിന്റെ ആ ഒരു കൂടെ ഇൻക്ലൂഡ് ആവുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ കോമ്പറ്റീഷൻ കുറച്ചും കൂടെ കൂടുതലാകാനാണ് നമുക്ക് സാധ്യത. കൂടുതലാകാൻ സാധ്യതയല്ല, കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വരെയാണ് നമ്മൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനകത്ത് OBC നോൺ ക്രിമിലിയർ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ് എങ്കിൽ ഒരു 3 കൊല്ലത്തെ വയസ്സിളവും, അഥവാ SC STയിൽ പെടുന്ന ആൾക്കാരാണ് എങ്കിൽ ഒരു 5 കൊല്ലത്തെ വയസ്സിളവും കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം OBC കാറ്റഗറിക്ക് 39 വയസ്സ് വരെയും
SC/ST കാറ്റഗറിക്ക് 41 വയസ്സ് വരെയുമായിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിന്റെ ഏജ് ലിമിറ്റ് നമുക്ക് വരുന്നത്. ഇനി ഫീസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ജനറൽ കാറ്റഗറി ആണെങ്കിലും OBC കാറ്റഗറി ആണെങ്കിലും മെയിൽസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ജനറൽ കാറ്റഗറിയിൽ പെടുന്ന മെയിൽ ആണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും OBC കാറ്റഗറി നോൺ ക്രിമിലിയർ കാറ്റഗറിയിൽ പെടുന്നത്, OBC നോൺ ക്രിമിലിയറോ ക്രിമിലിയറോ എന്തായിക്കോട്ടെ, കാരണം നോൺ ക്രിമിലിയർ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരെല്ലാം ജനറലിലോട്ടാണ് പോകുന്നത്. അപ്പം ജനറൽ ആണെങ്കിലും OBC നോൺ ക്രിമിലിയർ കാറ്റഗറി ആണെങ്കിലും NCL ആണെങ്കിലും അവരുടെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് കഴിഞ്ഞ വർഷത്തെ കാര്യത്തിന്റെ വെച്ചിട്ടാണ് പറയുന്നത് 500 തന്നെയാണ്. ഇത്തവണയും അതിന് വലിയ മാറ്റം വരില്ല, 500 തന്നെയാണ് ആവാനാണ് സാധ്യത, 500 രൂപയാണ്. അതേപോലെ തന്നെ SC/ST ഫീമെയിൽ ട്രാൻസ്ജെൻഡർ, അതേപോലെ തന്നെ എക്സ് സർവീസ്മെൻ, അതേപോലെ തന്നെ എക്കണോമിക് ബാക്ക്വേർഡ് കാറ്റഗറി ഇവർക്കെല്ലാം 250 രൂപയുമാണ് ഫീസ് വരുന്നത്. ഈ ഫീസിന്റെ അതായത് തൊട്ട് മുമ്പേ വന്ന നോട്ടിഫിക്കേഷൻസിൽ ALPയുടെയും അതേപോലെ തന്നെ ടെക്നീഷ്യന്റെയും ഇപ്പോൾ വന്ന RPFന്റെയും ആ ഒരു നോട്ടിഫിക്കേഷൻസ് പ്രകാരം ജനറൽ കാറ്റഗറിയും OBC കാറ്റഗറിയിലും കൊടുക്കുന്ന 500 രൂപയുടെ 400 രൂപ നമുക്ക് റീഫണ്ട് ചെയ്യും. അതേപോലെ തന്നെ SC/ST ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മെൻ ആൾക്കാർക്ക് ഈ 250 രൂപയിൽ 250 രൂപയും എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം തൊട്ടു മുമ്പേ വന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിലും എല്ലാം ഈ ഒരു ലെവലിൽ, അതായത് ജനറലിലും OBCയിലും കൊടുക്കുന്ന 500 രൂപയിൽ 400 രൂപ റീഫണ്ട് ചെയ്യും. SC/ST ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മെൻ ഇലക്ട്രോണിക് ബാക്ക്വേർഡ് കാറ്റഗറിയിൽ നമ്മൾ കൊടുക്കുന്ന 250 രൂപയും എക്സാം CBT 1 അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ചെയ്യുന്നതായിരിക്കും. കാരണം നോട്ടിഫിക്കേഷൻസ് തൊട്ട് മുമ്പ് വന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ് നമ്മുടെ റീഫണ്ടിങ്ങുകൾ കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, കാരണം കഴിഞ്ഞ ALP വന്നപ്പോൾ ചില പിള്ളേർ കാണിച്ചൊരു മണ്ടത്തരം ഉണ്ടായിരുന്നു. OBC കാറ്റഗറിയിലും അതേപോലെ തന്നെ SC/ST കാറ്റഗറിയിലും വരുന്ന കുട്ടികൾ അവർ ചെയ്ത അതിനകത്ത് 2-3 പിള്ളേര് ചെയ്ത ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് തഹസിൽദാർ ഓഫീസിൽ നിന്നാണ് വാങ്ങേണ്ടത്. സെൻട്രൽ ഗവൺമെന്റ് എക്സാംസുകൾക്ക് വേണ്ടിയിട്ട് തഹസിൽദാർ ഓഫീസിൽ നിന്നാണ് വാങ്ങേണ്ടത്. അവർ ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, SC/ST കാറ്റഗറി ആണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാത്ത കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പം ഇത് അപ്ലോഡ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട്, കാരണം നോട്ടിഫിക്കേഷൻ അതിൽ പ്രത്യേകം പറയുന്നില്ലെങ്കിലും നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയി, 2025-2026 ഫിനാൻഷ്യൽ ഇയർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2025, ഇപ്പൊ ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ 2025 ഏപ്രിൽ മുതലുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ SC/ST സർട്ടിഫിക്കറ്റുമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ അത് അപ്ലൈ ചെയ്തിടുക, അല്ലെങ്കിൽ പരീക്ഷ നോട്ടിഫിക്കേഷൻ വരുന്നത് 1-2 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും മതിയാകും, ഒന്ന് അപ്ലൈ ചെയ്തിടുന്നത് നന്നാവും. കാരണം ഇപ്പം ഇതിന്റെ കാലാവധി നേരത്തെ 3 കൊല്ലമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 1 കൊല്ലമായിട്ട് ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം കാലാവധി കുറച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ കൊല്ലവും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള OBC സർട്ടിഫിക്കറ്റും SC/ST സർട്ടിഫിക്കറ്റും ഉണ്ടെങ്കിൽ അവരെല്ലാ ഫിനാൻഷ്യൽ ഇയറിലും വാങ്ങിച്ചു വെക്കുന്നത് എന്തായാലും നന്നായിരിക്കും. കാരണം പരീക്ഷ അടുക്കുന്ന സമയത്ത് വാങ്ങാൻ നിൽക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ നമുക്കത് കറക്റ്റ് സമയത്തിന് കിട്ടിയെന്ന് വരില്ല. ഏകദേശം ഒരാഴ്ച 1-2 ആഴ്ച എടുക്കുന്ന പരിപാടിയാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത്. കാരണം തഹസിൽദാർ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്നും റിപ്പോർട്ട് പോയി തഹസിൽദാർ ഓഫീസിൽ ചെന്ന് അതെല്ലാം അപ്രൂവ് ആയി വന്ന് ഏകദേശം കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇപ്പം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ, കാരണം പുതിയ ഫിനാൻഷ്യൽ ഇയർ ആയതുകൊണ്ട് നമുക്ക് അത് അടുത്ത കൊല്ലം ഈ കൊല്ലം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി വരും. ഈ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അത് വാങ്ങിച്ചു വെച്ചേക്കുക. ജസ്റ്റ് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം 4 സ്റ്റെപ്പുകളിലൂടെയാണ്, അല്ലെങ്കിൽ 4 സ്റ്റേജസ് ഓഫ് സെലക്ഷൻസ് ആണുള്ളത്. അതിനകത്തിൽ ഒന്നാണ് CBT 1, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1, രണ്ടാമത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ആണ്. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 CBT 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും അവിടുത്തെ മാർക്ക് നിങ്ങൾക്ക് കൂട്ടുകയില്ല. SSC ആണെങ്കിൽ ഈ ഒരു, അതായത് CBT 1ന്റെ മാർക്കും കൂടെ കൂട്ടും. പക്ഷേ ഇവിടെ CBT 1ന്റെ മാർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യാതൊരു തരത്തിലും കൂട്ടുകയില്ല. ഇനി CBT ടെസ്റ്റ് 1 നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ടോപ്പിക്സ് മാത്രമേ വരത്തുള്ളൂ. യാതൊരു വിധത്തിലുള്ള ടെക്നിക്കൽ ടോപ്പിക്സ് നമുക്ക് അവിടെ വരില്ല. അത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചോദിക്കുന്നത്. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ആണ് എങ്കിൽ അതിനകത്ത് കമ്പ്യൂട്ടർ ബേസ്ഡ് CBT 1 ചോദിച്ചതുപോലെയുള്ള, CBT 1 മൊത്തം 100 മാർക്കാണ് എങ്കിൽ ഇവിടെ CBT 2 150 മാർക്കാണ്. അതായത് 50 മാർക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും, അതായത് നമ്മളുടെ 10th ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും, ബാക്കി വരുന്ന 100 ക്വസ്റ്റ്യൻസ് നമ്മളുടെ റിലവന്റ് ട്രേഡ് ഏതാണോ, ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ, സിവിൽ ആണെങ്കിൽ സിവിൽ, ഇതിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അതിനകത്ത് നിന്നും വരുന്നത്.
ഇനി ഇതിനകത്ത് നിന്നും സാധാരണഗതിയിൽ 1:15 റേഷ്യോയിലാണ് സാധാരണ റാങ്ക് ലിസ്റ്റ് നമുക്ക് പിന്നെ ഇത് വരുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ് വന്നത് 1:15 റേഷ്യോയിലായിരുന്നു കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ്. അതായത് ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് 15 പേരുടെ ലിസ്റ്റിനകത്ത് വരും. അതായത് 15 ഇരട്ടിയാണ് അവിടുത്തെ ലിസ്റ്റുകൾ സാധാരണ ഇടുന്നത്. അപ്പൊ 1:15 റേഷ്യോയിലായിരിക്കും അതിന്റെ ലിസ്റ്റുകൾ ഇടുന്നത്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനകത്തിലും ജയിച്ച ആൾക്കാരെ പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് വിളിക്കും. ആ ഡോക്യുമെന്റുകളെല്ലാം കൃത്യമാണ് എങ്കിൽ പിന്നീട് അവരെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാകും. മെഡിക്കൽ എക്സാമിനേഷൻ ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്കത് പറയാം. അപ്പൊ മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞ് നമ്മൾ ഫിറ്റ് ആണ് എങ്കിൽ നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിനകത്തേക്ക് നമ്മൾ വരും. അത് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ നിയമനങ്ങൾ നമുക്ക് നടക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് അതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ന് പറയുന്നത് CBT-1 ആണ്. അപ്പൊ CBT-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലാ റെയിൽവേ എക്സാംസിലും വരുന്നത് പോലെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവിടെ വരത്തുള്ളൂ. അതേപോലെ തന്നെ രണ്ടാമത്തെ ടെസ്റ്റ് വരുമ്പോഴത്തേക്ക് ജനറലും അതേപോലെ തന്നെ 100 മാർക്കിന് ടെക്നിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. നാലാമത്തെ സ്റ്റേജ് മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് അവിടുത്തെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മളുടെ സെലക്ഷൻ പ്രോസസ്സ് മുമ്പോട്ട് പോകുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കാനുള്ളത് നമ്മുടെ CBT-1ന്റെ എക്സാം പാറ്റേൺ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത്, ഏതിനാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കേണ്ടത്, ഈ കാര്യങ്ങളാണ് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എക്സാമിനേഷൻ പാറ്റേൺ CBT-1ന്റെ എക്സാമിനേഷൻ പാറ്റേൺ എടുക്കുമ്പോൾ മൊത്തം 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് 90 മിനിറ്റ് ആണ്. 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് 90 മിനിറ്റ്. ഇതാണ് അവിടുത്തെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ആ 100 ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിനകത്ത് മൊത്തം 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്, മെന്റൽ എബിലിറ്റി മൊത്തം 25 ക്വസ്റ്റ്യൻ. മെന്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ റീസണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. റീസണിംഗ് ആൻഡ് മെന്റൽ എബിലിറ്റി മൊത്തം 25 ക്വസ്റ്റ്യൻസ് 25 മാർക്കാണ്. ജനറൽ സയൻസ് മൊത്തം 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 30 മാർക്കാണ് അവിടെ നമുക്ക് വരുന്നത്. പിന്നീട് വരുന്ന ജനറൽ അവയർനെസ് 15 ക്വസ്റ്റ്യൻസ് 15 മാർക്ക്. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 മാർക്ക്, 90 മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. നമുക്ക് ഈ ഒരു റെയിൽവേ എക്സാംസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ടൈം തന്നെയാണ്. കാരണം വേറൊരു എക്സാമിനും ഈ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 1.5 മണിക്കൂർ നമുക്ക് കിട്ടത്തില്ല. പിന്നെ കേരള PSC നമുക്ക് കിട്ടും. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ കാര്യമാണ്. നമുക്ക് പ്രധാനമായിട്ടും വരുന്ന SSC പോലുള്ള എക്സാമുകൾക്കൊക്കെ ഈ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നത് 60 മിനിറ്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റ് കൂടി നമുക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് കിട്ടും. അത് നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ള ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ഈ അഡീഷണൽ ആയിട്ടുള്ള 30 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 30 മിനിറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള 30 മിനിറ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ 90 മിനിറ്റ് നമ്മൾ എങ്ങനെ വൈസ്ഫുൾ ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ആ കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മക്കളെ നോക്കുക, ആ യൂട്ടിലൈസേഷന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും 4 ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസും ജനറൽ അവയർനെസ്. ഇതിനകത്ത് ഏതിന് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏത് നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം, ഏതിനകത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CBT-1 ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മൊത്തം 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്സ് ആണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് മാത്തമാറ്റിക്സിനും ജനറൽ അവയർനെസ്സുമാണ്, ജനറൽ സയൻസിനുമാണ്. മാത്തമാറ്റിക്സിന് മൊത്തം 30 ക്വസ്റ്റ്യൻസ്, ജനറൽ സയൻസിന് മൊത്തം 30 ക്വസ്റ്റ്യൻസ്, മെന്റൽ എബിലിറ്റിക്ക് മൊത്തം 25 ക്വസ്റ്റ്യൻസ്. ബാക്കി ജനറൽ അവയർനെസ് വരുന്നത് മൊത്തം 15 ക്വസ്റ്റ്യൻസ് 15 മാർക്കിന് മാത്രമേ ഉള്ളൂ. സോ നമ്മളുടെ ഫോക്കസ് എവിടെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താണ്ടെ ഇത് 3നും ആയിരിക്കണം നമ്മളുടെ ഫോക്കസ് കൂടുതലായിട്ട് വരുന്നത്. മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസ്, ഇതിനായിരിക്കണം നമ്മളുടെ ഫോക്കസ് കൂടുതലായിട്ട് വേണ്ടത്. എന്തുകൊണ്ടാണ് അതിന് ഫോക്കസ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. അതിനകത്ത് ഓരോന്നായിട്ട് ഞാൻ പറയാം. ഒന്ന്, മാത്സും മെന്റൽ എബിലിറ്റിയും ജനറൽ സയൻസും കൂടി മൊത്തം 85 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നത്. മൊത്തം 85 മാർക്ക്. ഇതിന്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ടു ഒരു SSC എക്സാമിനേഷൻ കമ്പയർ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് SSCയുടെ ഒരു MTS ലെവലിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെജോറിറ്റി നമുക്ക് ചോദിക്കുന്നത്. അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു SSCയുടെ CHSL ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ മെന്റൽ എബിലിറ്റിയും മാത്തമാറ്റിക്സും, അതായത് 30+25 55 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, ഞാൻ ഓൾ ഓവർ ഇന്ത്യയുടെ ഒരു കാര്യമാണ് പറയുന്നത്. മെജോറിറ്റി ആൾക്കാർക്കും, അതായത് ഒരു സീരിയസ് ആസ്പിറന്റ് ആയിട്ടുള്ള പിള്ളേരാണ് എങ്കിൽ ഈ മാത്തമാറ്റിക്സിനും മെന്റൽ എബിലിറ്റിക്കുമുള്ള മൊത്തം 55 മാർക്കിൽ 55 മാർക്കും അവർ വാങ്ങും. അതായത് നമ്മളുടെ ഇവിടെ, അതായത് മാത്തമാറ്റിക്സും മെന്റൽ എബിലിറ്റിയും എടുക്കുമ്പോൾ നമ്മൾ യാതൊരു തരത്തിലുമുള്ള കോംപ്രമൈസ് അവിടെ വരാൻ പാടില്ല. അതായത്
നമുക്ക് ആ 55 മാർക്കും നമുക്ക് കിട്ടണം. കാരണം അപ്പുറത്ത് നിൽക്കുന്നവന് ആ 55 മാർക്കും വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു ഓപ്ഷനുമില്ല. മാത്സിനും മെന്റൽ എബിലിറ്റിക്കും നമ്മൾ എന്ത് വാങ്ങണം? 55 മാർക്കും നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സും മെന്റൽ എബിലിറ്റിയും എല്ലാ ആൾക്കാരും, അതായത് ഒരു സീരിയസ് ആസ്പിറന്റ് ആയിട്ടുള്ള വ്യക്തി, ഒരു കാൻഡിഡേറ്റ് ഫുൾ മാർക്ക് വാങ്ങുന്നതാണ് മാത്സും മെന്റൽ എബിലിറ്റിയും. സോ നമ്മുടെ ഫസ്റ്റ് ഫോക്കസ് പോകേണ്ടത് മാത്സിനും മെന്റൽ എബിലിറ്റിക്കും. അതായത് മാത്സിനും റീസണിങ്ങിനും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതായത് നിങ്ങൾ ഒരു ദിവസം ഒരു 3 മണിക്കൂർ പഠിക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഒന്ന് മാത്സിനും രണ്ടാമത്തത് മെന്റൽ എബിലിറ്റിക്കുമായിരിക്കണം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? മാത്സിനും മെന്റൽ എബിലിറ്റിക്കും നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം പുതിയ പുതിയ ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ബുക്സ് ഒക്കെ വേണ്ടതെന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ബുക്സുകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന എവിടുന്ന് ഏത് സോഴ്സിൽ നിന്നുള്ള സാധനങ്ങളാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അഡീഷണൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മീൻസ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏതിനകത്താണ്? ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് മാത്തമാറ്റിക്സിനും മെന്റൽ എബിലിറ്റിക്കുമാണ്. കാരണം അതിന് മിക്ക ആൾക്കാർക്കും ഫുൾ മാർക്ക്, അതായത് ഒരു സീരിയസ് ആസ്പിറൻസിന് നാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൈമറി ഫോക്കസ് നിങ്ങളെ പോകേണ്ടത് മാത്സിനും മെന്റൽ എബിലിറ്റിക്കുമാണ്. പിന്നീട് വെയിറ്റേജ് കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിനോടൊപ്പം തന്നെ വെയിറ്റേജ് ഉള്ളതാണ് ജനറൽ സയൻസ്. മക്കളെ ഈ ജനറൽ സയൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 3 കാര്യങ്ങളാണ്. as you know, ഏതൊക്കെയാണ്? ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അതേപോലെ തന്നെ ബയോളജി ഉണ്ട്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും നമ്മൾ 10ാം ക്ലാസ് ലെവൽ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചോദിക്കത്തുള്ളൂ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും പലപ്പോഴും ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മോഷനെ കുറിച്ച് നിങ്ങൾക്ക് വരുന്നു, ലോസ് ഓഫ് മോഷൻ നിങ്ങൾക്ക് വരുന്നു. അപ്പൊ ലോസ് ഓഫ് മോഷൻ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് ചോദിക്കുന്നത്. ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ന്യൂമറിക്കൽസ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്, അതുമല്ല എങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സയൻസ് പഠിക്കുമ്പോഴത്തേക്ക് ചുമ്മാ വെറുതെ കുറെ MCQs ചെയ്ത് പോകുന്നതിന് പകരം NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ നിങ്ങൾ ഒരു ബേസ് ആക്കി എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? A to Z, അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERT സയൻസ് ബുക്കുകൾ കുത്തിയിരുന്ന് നിങ്ങൾ നോക്കുക. അതായത് ഓരോ ടോപ്പിക്കുകളും, അതായത് ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിന്റെ ഓരോ ടോപ്പിക്കുകളും, കെമിസ്ട്രി ആണെങ്കിൽ കെമിസ്ട്രിയുടെ ഓരോ ടോപ്പിക്കുകളും, കെമിസ്ട്രി ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ കെമിക്കൽ ഇക്വേഷൻസ്, ഓരോ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്, പിന്നീട് അതിൽ തന്നെ എന്താണ് മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ്, നോൺ മെറ്റൽസിന്റെ പ്രോപ്പർട്ടീസ്, റിയാക്ഷൻ വിത്ത് ആസിഡ്സ്, റിയാക്ഷൻ വിത്ത് ബേസസ്, അതേപോലെ തന്നെ എന്താണ് കോൺജുഗേറ്റ് ആസിഡ്, കോൺജുഗേറ്റ് ബേസ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കോൺസെപ്റ്റുകൾ ഉണ്ടല്ലോ. ഈ കോൺസെപ്റ്റുകളെ കുറിച്ചെല്ലാം തന്നെ നിങ്ങൾ വ്യക്തമായിട്ടൊരു ധാരണ, അതായത് ഇൻ ഡെപ്തില് നിങ്ങൾ ആ സയൻസ് ടോപ്പിക്കുകൾ നിങ്ങൾ അവിടെ നോക്കണം. അതായത് നിങ്ങൾ ബാക്കിയുള്ള ഏതെങ്കിലും ഒക്കെ എക്സാംസ്, അതായത് ഒരു PSC എക്സാം, PSCയുടെ ഒരു 10th ലെവൽ എക്സാമോ അല്ലെങ്കിൽ 12th ലെവൽ എക്സാമോ ഒക്കെ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ ജസ്റ്റ് അതിന്റെ സയൻസ് കുറെ MCQ പഠിക്കുന്നത് പോലെ പഠിച്ചു പോയിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങേണ്ടത് NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഞാനത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണുന്ന പല ക്വസ്റ്റ്യനുകളും, ഇപ്പൊ ഞാൻ ഫിസിക്സും കൂടെ ഞാൻ ക്ലാസ് അല്ലാതെ പിള്ളേർക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് ആ ടോപ്പിക്സുകൾ കൃത്യമായിട്ട് എനിക്ക് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനത് അതിന്റെ കോൺസെപ്റ്റ് മൊത്തത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. കാരണം ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്തോ റെയിൽവേയുടെ ചില ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് സത്യം പറയാൻ ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അമ്മാതിരി രീതിയിൽ ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചുമ്മാ പഠിച്ചു പോകുന്നതിന് പകരം നിങ്ങൾ ഒരു NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. കാരണം നമുക്ക് മുമ്പിൽ ഇനി ഒരു 5-6 മാസം നമ്മുടെ മുമ്പിൽ ഒരു സമയമുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സയൻസ് നിങ്ങൾ പഠിക്കുമ്പോൾ ഫിസിക്സ് ആയിക്കൊള്ളട്ടെ, കെമിസ്ട്രി ആയിക്കൊള്ളട്ടെ, ബയോളജി ആയിക്കൊള്ളട്ടെ, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾ പഠിക്കുക. ആ ടോപ്പിക് വൈസ് ആയിട്ട് പഠിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻ ഡെപ്തിൽ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി വെക്കുക, നിങ്ങൾ നോട്ടുകൾ എഴുതുക. കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് കൃത്യമായിട്ട് എഴുതി വെക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സാമ്പിൾസ് നിങ്ങൾ നെറ്റിൽ നിന്നും പഠിച്ചു വെച്ചേക്കുക. അപ്പോ ഇൻ ഡെപ്തിൽ നിങ്ങൾ അവിടെ പഠിക്കുക. അപ്പൊ ഇൻ ഡെപ്തിൽ പഠിക്കണമെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിച്ചു തുടങ്ങാനെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. എന്നാൽ ഇപ്പോഴത്തെ NCERT ടെക്സ്റ്റ് ബുക്ക്, അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ 2003, 2024,
റാഷണലൈസ്ഡ് എഡിഷൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ബുക്ക് സ്റ്റോളുകളിലാണെങ്കിലും അതല്ല നിങ്ങൾ നെറ്റിൽ നോക്കിയാലും കിട്ടുന്നത്. പക്ഷെ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കുന്തവും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പല ടോപ്പിക്കുകൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് അതിനകത്ത് എവല്യൂഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ എടുത്ത് കളഞ്ഞു. 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ അതിൽ നിന്ന് എവല്യൂഷൻ എടുത്ത് കളഞ്ഞു. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന സാധനമായിരുന്നു പീരിയോഡിക് ടേബിൾ കെമിസ്ട്രിക്കകത്ത്. കെമിസ്ട്രിയിലെ 2ാമത്തെ 3ാമത്തെ ചാപ്റ്റർ കണ്ടായിരുന്നു തോന്നുന്നു. ഈ സാധനങ്ങളെല്ലാം എന്ത് ചെയ്തു, എടുത്ത് കളഞ്ഞു. അതായത് അതിനകത്ത് ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ കണ്ടന്റുകൾ വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിയുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു 2015-16 കാലഘട്ടം വരെയെങ്കിലും, 2007 നമ്മൾ ഇന്ന് കാണുന്ന NCERT ടെക്സ്റ്റ് ബുക്കുകൾ വന്നു തുടങ്ങിയത്. അപ്പൊ 2007 മുതൽ ഒരു 2015-16 വരെ വലിയ മാറ്റങ്ങളൊന്നും അതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ ഒരു 2015-16 കാലഘട്ടത്തിലുള്ള NCERT ടെക്സ്റ്റുകൾ നമ്മൾ നെറ്റിലൊന്ന് തപ്പിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ച് വേണം നിങ്ങളുടെ ബേസ് നിങ്ങൾ സ്ട്രോങ് ആക്കാൻ. ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാൻ നേരെ ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന്, അല്ലെങ്കിൽ CBC NCERT ബുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് നിങ്ങൾ NCERT ടെക്സ്റ്റ് വാങ്ങിച്ച് നിങ്ങൾ പൈസ കളയരുത്. കാരണം അത് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ സീരിയസ് ആസ്പിറന്റ്, നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു യൂസ്ഡ് ബുക്സിന്റെ സ്റ്റോറുകളിൽ പോവുക, അല്ലെങ്കിൽ ആക്രിക്കടയിലാണെങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും ഒക്കെ ഈ പഴയ NCERT, അതായത് 2015-2016 കാലഘട്ടത്തിലൊക്കെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ആരെങ്കിലും ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കും. ഒന്ന് തപ്പിക്കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ബുക്ക് സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് പാളയം മ്യൂസിയത്തിനടുത്തുള്ള മ്യൂസിയം മറ്റേ പബ്ലിക് ലൈബ്രറിയുടെ അപ്പുറത്തൊക്കെയുള്ള അവിടെയൊക്കെ ഈ സാധനങ്ങളൊക്കെ കിട്ടും. നിങ്ങൾ ട്രിവാൻഡ്രംകാരാണെങ്കിൽ, ട്രിവാൻഡ്രം കൊല്ലത്തൊക്കെ സോളം സൈഡിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും വലിയ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാളയമാണ്. ബാക്കിയുള്ള ബാക്കിയുള്ള ജില്ലകളിൽ എനിക്ക് വലുതായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ കൊല്ലം ട്രിവാൻഡ്രംകാരനെ മാത്രമേ, ഞാൻ കൊല്ലക്കാരനായതുകൊണ്ടാണ് ഞാൻ അതിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നെറ്റിലൊന്ന് തപ്പിക്കഴിഞ്ഞാൽ, അതായത് ഈ വർഷം വെച്ച് നമുക്ക് തപ്പിക്കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ തേർഡ് പാർട്ടി സൈറ്റുകളിൽ നിങ്ങൾക്ക് സാധനം കിട്ടും. അപ്പൊ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള 5 മുതൽ 10 വരെയുള്ള കുറഞ്ഞത് 5 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ കോൺസെപ്റ്റുകൾ, അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആ NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് പഠിക്കുക. ഈ ജനറൽ സയൻസിനകത്തിലും 30-ൽ 30 വാങ്ങുന്ന കുട്ടികളുണ്ട്. എന്നാലും 30-ല് നമ്മളൊരു മാക്സിമം 2 മാർക്കൊക്കെ എന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ 30-ൽ 30 മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതായത് ഇൻ എഫക്റ്റ് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഒന്ന് ആത്മാർത്ഥമായിട്ട്, അതായത് കൃത്യമായിട്ട് സ്റ്റിക്ക് ഓൺ ദ സിലബസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു 80 to 85, അതായത് മാക്സിമം മെന്റൽ എബിലിറ്റിക്ക് നമ്മൾ ഫുൾ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞു. അതിനുശേഷമുള്ള കാര്യം, അതായത് 55 മാർക്ക്, പിന്നെ ഒരു 30 മാർക്ക്. ആ 30 മാർക്കിനകത്തിൽ ഒരു 25 മുതൽ 30 മാർക്ക് വരെ, അതായത് മൊത്തം 80 to 85 ക്വസ്റ്റ്യൻസ്, 80 to 85 മാർക്സ് നമ്മൾ എവിടെ സ്കോർ ചെയ്യണം. ഈ 3 ടോപ്പിക്കുകളിലുമായിട്ട്, അതായത് മാത്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ അവയർനെസ്സിലായിട്ട് ഒരു 80 to 85 മാർക്സ് നമ്മൾ റോ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, കാരണം നമുക്കത് പറ്റുന്ന കാര്യമാണ്. മാത്സും മെന്റൽ എബിലിറ്റിക്കും ജനറൽ സയൻസിനും മൊത്തം എല്ലാം കൂടി ഒരു 80 to 85 മാർക്സ് റോ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതെല്ലാം ഒരിക്കലും അതിശോക്തി പറയുന്ന കാര്യമല്ല. കാരണം നാഷണൽ ലെവലിൽ ഇത്രയും മാർക്ക് വാങ്ങുന്ന പിള്ളേരുടെ അടുത്താണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഇടുന്ന സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 80 to 85 റോ മാർക്സ് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോ മാത്സും മെന്റൽ എബിലിറ്റിക്കും ജനറൽ സയൻസിനും വേണം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അതിനകത്ത് നിന്ന് മാത്രം, ഞാൻ നോർമലൈസ്ഡ് മാർക്ക് അല്ല പറയുന്നത്, റോ മാർക്ക് തന്നെ 80 to 85 നിങ്ങൾ വാങ്ങണം. അപ്പൊ നിങ്ങൾ സേഫ് ആയി. 80 to 85 വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്തായി, സേഫ് ആയി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അവയർനെസ് ആണ്. ജനറൽ അവയർനെസ്സിനകത്ത് ഹിസ്റ്ററി വരും. ഹിസ്റ്ററി തന്നെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി വരും, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി വരും, കണ്ടംപററി ഇന്ത്യൻ ഹിസ്റ്ററി വരും, അതേപോലെ തന്നെ ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി വരും, എക്കണോമിക്സ് വരും, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് വരാം, അതേപോലെ തന്നെ ജോഗ്രഫി വരാം, അതേപോലെ തന്നെ എക്കണോമിക്സ് വരാം. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വരാം, കറണ്ട് അഫയേഴ്സ് എല്ലാം വരാം. അതിനകത്ത് നിന്നാണ് നമുക്ക് 15 ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റി എന്ന് നിങ്ങൾക്ക് വരില്ല. പക്ഷേ ജനറൽ അവയർനെസ്സിനകത്ത് ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെച്ചിരിക്കുക. അതായത് കറണ്ട് അഫയേഴ്സ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കാരണം അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ വെയിറ്റേജ് കുറവായത് കൊണ്ട് തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള മാത്തമാറ്റിക്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ അവയർനെസ് നമ്മൾ കൂടുതൽ സമയം നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നീട് വരുന്ന ജനറൽ അവയർനെസ്സിനകത്തിൽ അത്രയും, അതായത് മറ്റതിനകത്ത് കൊടുക്കുന്ന അത്രയും സമയം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കൊടുത്താൽ അത്രയും നല്ലത്. എന്നാൽ കാരണം എന്ന് വെച്ചാൽ 15 മാർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി 80 to 85 മാർക്ക് നമ്മളിവിടെ സ്കോർ ചെയ്തിട്ടുണ്ട്.
ഈ 15 മാർക്കിൽ നിന്നും എങ്ങനെ പോവുകയാണെങ്കിലും ഒരു 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ 15 ക്വസ്റ്റ്യനിൽ നിന്നും ഒരു 10 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്കോർ റോ മാർക്ക് 90 to 95 നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് മാത്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ സയൻസിൽ നിന്നും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 80 to 85 മാർക്സ് ആണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ജനറൽ അവയർനെസ്സിനകത്ത് നമ്മൾ സ്കോർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു 10 മാർക്കെങ്കിലും നമുക്ക് അതിനകത്ത് നിന്നും സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മളുടെ റോ മാർക്ക് ഒരു 90 to 95 ആണ്. കാരണം കഴിഞ്ഞ വർഷത്തെ CBT 1 എടുക്കുമ്പോഴത്തേക്ക് പലയിടത്തെയും ഇത് ഈ CBT 1ന്റെ മാർക്ക് എന്ന് പറയുന്നത് ഒരു 70-75 ഒക്കെ ആയിരുന്നു മാക്സിമം വന്നിട്ടുള്ളത്. 75 ഒരു 80ക്ക് ക്രോസ് ചെയ്തിട്ടില്ല. ഒരു 80ക്ക് താഴെയായിട്ടായിരുന്നു ആഫ്റ്റർ നോർമലൈസേഷൻ അതിന്റെ മാർക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു 80 to 85 നമ്മൾ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് തന്നെ റോ മാർക്സ് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സേഫ് ആകും. പക്ഷേ നമ്മൾ ഒരു 100% നമുക്ക് സേഫ് ആകണമെങ്കിൽ, കാരണം നമുക്ക് ഒരിക്കലും ഞാൻ പ്രീവിയസ് ഇയർ ട്രെൻഡ് വെച്ച് ഞാൻ പറയത്തില്ല, കാരണം പ്രീവിയസ് ഇയർ നോക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. കാരണം പ്രീവിയസ് ഇയർ വെച്ച് പഠിക്കാൻ, അതായത് പ്രീവിയസ് ഇയർ മാർക്ക് നോക്കി പഠിക്കാൻ എന്തെന്ന് കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ പോവുകയാണ് എങ്കിലും നിങ്ങൾ ഒരു 90 to 95 മാർക്സ് നിങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്ങനെയാണ് 90 to 95 മാർക്സ് വാങ്ങുന്നത്? നമ്മൾ മാത്സ്, മെന്റൽ എബിലിറ്റി, ജനറൽ അവയർനെസ്സിൽ നിന്നും ഒരു 80 to 85 മാർക്കും ബാക്കി വരുന്ന ജനറൽ അവയർനെസ്സിൽ നിന്നും ഒരു 10 മാർക്കും, അങ്ങനെ വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 90 to 95 മാർക്ക് നിങ്ങൾ റോ മാർക്ക് വാങ്ങും. നിങ്ങൾ ഒരു സേഫ് സോണിലേക്ക് നിങ്ങൾ പോകും. അപ്പൊ ഇത്രയുമാണ് അതിനകത്ത്. അതായത് എങ്ങനെ പഠിക്കണം, അതായത് ഏതൊക്കെ ടോപ്പിക്സുകൾക്ക് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പൊ നമുക്ക് റോ മാർക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 90 to 95 ആണ്. അതിൽ 80 to 85 മാർക്സ് താണ്ട് ഇതിനകത്ത് നമ്മൾ വാങ്ങിച്ചിരിക്കണം. കാരണം വേറെ നമുക്ക് യാതൊരു തരത്തിലുമുള്ള കോംപ്രമൈസുകളില്ല. നമ്മൾ ഇതിന് 3 അത്രയും മാർക്ക് വാങ്ങിച്ചേ നമുക്ക് പറ്റത്തുള്ളൂ. പിന്നെ വരുന്ന ജനറൽ അവയർനെസ്സിനകത്ത് നമുക്കൊരു 10 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത്രയുമാണ് നമ്മളുടെ എക്സാം പാറ്റേണിനെ കുറിച്ചും നമ്മളുടെ പ്രിപ്പറേഷനെ കുറിച്ചും നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം. എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് പറയാനുള്ള കാര്യം. പിന്നീട് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഒക്കെ പഠിക്കുമ്പോൾ ഫിസിക്സിനകത്തിലൊക്കെ പ്രോബ്ലം ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് വരാം, അതല്ല എങ്കിൽ ലോസ് ഓഫ് മോഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് വരാം, അതല്ല എങ്കിൽ സ്പെറിക്കൽ മിറേഴ്സുമായിട്ടുള്ള ലെൻസ് ഫോർമുലയും മിറർ ഫോർമുലയും ഒക്കെ വരാം. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ലെൻസ് ഫോർമുലയും മിറർ ഫോർമുലയും ഒക്കെ ഗ്രൂപ്പ് ഡി എക്സാംസിന് വരെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് എക്സാംസിന്. അപ്പൊ ടെക്നിക്കൽ എക്സാംസിന് അത് എന്തായാലും കമ്പൾസറി ആയിട്ട് ചോദിക്കും നമുക്കറിയാം. ഓക്കെ, ഇപ്പൊ ലെൻസ് ഫോർമുലകൾ, മിറർ ഫോർമുലകൾ, അതേപോലെ തന്നെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, പിന്നെ മൊമെന്റത്തിന്റെ കോൺസെപ്റ്റുകൾ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളും കൂടെ നമ്മൾ നോക്കി വെക്കുക. സയൻസ് 8th and 10th മാത്രം പോരാ, നമ്മൾ എപ്പോഴും ബേസിൽ നിന്നും തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. 5ാം ക്ലാസ് മുതൽ തുടങ്ങുക. ഓക്കെ, 5ാം ക്ലാസ് മുതൽ, കാരണം ഇതിന്റെ എല്ലാം ബേസ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ്സിൽ നിന്നും തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ തുടങ്ങുമ്പോൾ 5 മുതലുള്ള തുടങ്ങുക. പിന്നെ 8, 9, 10 കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. മറ്റേതൊക്കെ വരുന്നില്ല എന്നല്ല, വരികയും ചെയ്യും. 8, 9, 10 നമ്മൾ ഫോക്കസ് ചെയ്യണം. നല്ല രീതിയിൽ നമുക്ക് ഫോക്കസ് ചെയ്യണം. കാരണം കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് 8, 9, 10 പോർഷൻസിൽ നിന്നാണ് കൂടുതൽ പ്രോബ്ലംസ് വരുന്നത്. കൂടാതെ 5, 6, 7 എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളും എവിടെ വരും? ഇവിടെ നമ്മുടെ അടുത്ത് ചോദിക്കും. ഫിസിക്സിനകത്ത് പ്രോബ്ലംസ് ഒക്കെ 8, 9, 10 ലെവലിലാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. കാരണം അതിന് താഴോട്ട് 5, 6, 7 ഒക്കെ പ്രോബ്ലംസ് ഒന്നും വലുതായിട്ടില്ല. ജസ്റ്റ് തിയറി മാത്രം പഠിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പൊ 8, 9, 10 എന്തായാലും നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്ന് തന്നെ പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ അത്രയുമാണ് നമുക്ക് ആ സയൻസിനെ കുറിച്ചും മാത്സിനെ കുറിച്ചും മെന്റൽ എബിലിറ്റിയെ കുറിച്ചും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇനി CBT 2 നമുക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ 2 മാർക്കിലാണ് 150 ക്വസ്റ്റ്യൻ, 150 മാർക്ക്, 2 മണിക്കൂറാണ്. ഓക്കെ, അതിനകത്തിൽ തന്നെ ആദ്യത്തെ 50 മാർക്ക് എന്ന് പറയുന്നത്, അതായത് 150 ആദ്യത്തെ 50 മാർക്ക് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളിലാണ്. ജനറൽ അവയർനെസ് 15 മാർക്ക്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്ക്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 10 മാർക്ക്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്ക്. അങ്ങനെ മൊത്തം നമുക്ക് 50 മാർക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടും. പിന്നീട് വരുന്ന ടെക്നിക്കൽ എബിലിറ്റീസ് ആണ്. ടെക്നിക്കൽ എബിലിറ്റി നിങ്ങളുടെ ടെക്നിക്കൽ, അതായത് നിങ്ങളുടെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണോ അതിനകത്ത് നിന്നും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു 100 ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്ന്. അതായത് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ്, മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ ബേസ്ഡ്, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നോക്കി കഴിയാൻ നേരത്ത് ഫിസിക്സും കെമിസ്ട്രിക്കും നമുക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15 മാർക്ക് നമുക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റും. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം? 10 മാർക്ക് സുഖമായിട്ട് വാങ്ങാൻ പറ്റും. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻസ്, അതും നമുക്ക് ഏകദേശം 10 മാർക്ക് നമുക്ക് സുഖമായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു 10-15 മാർക്കായി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എബിലിറ്റീസ് ആണ്.
അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം ടെക്നിക്കൽ എബിലിറ്റീസ് ഓരോ ടോപ്പിക്കിനനുസരിച്ചിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൺസേൺഡ് ആയിട്ടുള്ള ടെക്നിക്കൽ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ജസ്റ്റ് ഞാൻ CBT 1 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നു. ഓക്കെ, വേക്കൻസി എത്ര ആണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇതിലായിട്ടും ഒരു ഐഡിയ ഇതിലായിട്ടും വന്നിട്ടില്ല. അപ്പൊ ഞാൻ വിളിച്ച് അന്വേഷിച്ചു, അതായത് റെയിൽവേസിൽ വർക്ക് ചെയ്യുന്ന, അതായത് റെയിൽവേയുടെ ഈവൻ അവിടുത്തെ ഇതിനകത്ത് യൂണിയനുകളിലും മറ്റുമൊക്കെ ഉള്ള കുറെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവരും പറയുന്നത് അവർക്ക് വേക്കൻസി എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിവരം അവർക്കും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. CBT 2 മാത്സ് വരില്ല, ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. കഴിഞ്ഞ തവണ CBT 2 ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു വന്നത്, മാത്സ് അതിനകത്ത് ഇല്ലായിരുന്നു. ഇത് 2018 ഇത് വെച്ചിട്ടാണ് ഞാൻ. പിന്നെ അതിനകത്ത് നമുക്ക് എത്ര വേക്കൻസീസ് അപ്ഡേറ്റ് ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ഞാനത് ഷെയർ ചെയ്തേക്കാം. കാരണം ഇതിനായിട്ട് നമുക്ക് വേക്കൻസിയെ കുറിച്ച് നമുക്കൊരു ഏകദേശം 20 വേക്കൻസീസ് നമുക്ക് ഇതിനായിട്ടും വന്നിട്ടില്ല. അവിടെയും നമ്മൾ റെയിൽവേയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് വിളിച്ചു ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല എന്നാണ് പറഞ്ഞത്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും ഞാൻ അറിയിച്ചേക്കാം. ഓക്കെ, അപ്പോൾ CBT 2 കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ CBT 1 മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല, കാരണം CBT 1 ഈസ് ഓൺലി ക്വാളിഫയിങ് നേച്ചർ ആണ്. അപ്പൊ CBT 1 നേരെ ചൊവ്വേ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നു NTPC ഗ്രൂപ്പ് ഡിക്കും നമുക്ക് പ്രയോജനപ്പെടും. പക്ഷേ നമുക്ക് എന്തും കൂടെ വേണം, CBT 2 കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. സോ യു ഷുഡ് ഹാവ് ടു ഫോക്കസ് ഓൺ ദിസ് വൺ, ടെക്നിക്കൽ എബിലിറ്റി നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം. ജൂലൈയിലൊക്കെ ഏകദേശം ജൂലൈയിൽ കാണാൻ സാധ്യതയുണ്ട്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഏതെങ്കിലും ഒരു മന്തിൽ വരാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടെ നേരത്തെ വരുവാണെങ്കിലേ അങ്ങനെ താമസിക്കത്തില്ല, നേരത്തെ തന്നെ. ടെക്നിക്കൽ എബിലിറ്റീസ് നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം, ഇപ്പോഴും നമ്മൾ പഠിച്ചു തുടങ്ങിക്കോണം. ഓക്കെ, CBT 1 സിമിലർ ആണോ? RP രണ്ടും ഏകദേശം ഒരേ കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷെ അതിനകത്ത് സയൻസ് ഇത്രയും ഇല്ല. RPF സയൻസ് കൂടുതലായിട്ടില്ല. സയൻസും ജനറൽ അവയർനെസ്സും എല്ലാം കൂടെ ചേർത്തിട്ടാണ് 50 മാർക്ക്. അവിടെ 120 മാർക്കിനാണ് RPF വരുന്നത്. RPF ഇതെല്ലാം സെയിം ടോപ്പിക്കിനെ തന്നെയാണ് വരുന്നത്, പക്ഷെ ജനറൽ അവയർനെസ് അവിടെ കൂടുതലായിട്ടുണ്ട്. സയൻസിനും ജനറൽ അവയർനെസ്സും ഈക്വൽ ഇമ്പോർട്ടൻസിലും, അതായത് മൊത്തം 50 മാർക്കിനാണ് ചോദിക്കുന്നത്. അതായത് എങ്ങനെ ചോദിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻസ് അപ്പോൺ നമ്മുടെ ഷിഫ്റ്റ് അനുസരിച്ചിരിക്കും. പക്ഷെ മാത്സും മെന്റൽ എബിലിറ്റി 35 മാർക്ക് വീതം 70 മാർക്കിനായിരിക്കും ചോദിക്കും. ഓക്കെ, സിലബസ് പ്രീവിയസ് തന്നെയല്ലേ? സിലബസ് പ്രീവിയസ് തന്നെയാണ്. സിലബസിനകത്ത് ഒന്നും യാതൊരു മാറ്റവും ഇതിലായിട്ടും വന്നിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ സിലബസ് തന്നെയാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ട് എങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വെയിറ്റേജ് ഒന്ന് മാറിയിരിക്കും. കാരണം കഴിഞ്ഞ ALPക്കകത്ത് അങ്ങനെ ചെറിയൊരു മാറ്റം വന്നിരുന്നു. പ്രീവിയസ് 2018 ഇതുപാട് നോക്കി കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു മാറ്റം വന്നിരുന്നു. അപ്പം നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വരും, വന്നെങ്കിൽ തന്നെ വളരെ ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളെ വരത്തുള്ളൂ. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴേ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. എന്നാലും ഈ ഒരു ടോപ്പിക്സുകൾ വെച്ച് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്രയുമാണ് നമുക്ക് എക്സാം പാറ്റേണുകളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ. പിന്നീട് ഓരോ ഡിസിപ്ലിൻസിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡിസിപ്ലിൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ആണ് ഒന്നാമത്തത്. ഇത്രയും ടോപ്പിക്കുകളിൽ ഡിപ്ലോമ, നമ്മുടെ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലോമ ഓർ എബോവ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുകാർക്ക് ഇത്രയും സ്ട്രീമുകളിലാണ് നമുക്ക് എന്ത് വരുന്നത്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും കാര്യങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉണ്ട് എങ്കിൽ, അതായത് ബിടെക്കോ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഇലക്ട്രിക്കൽ വരുമ്പോഴത്തേക്ക് ഒന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് ട്രിപ്പിൾ അല്ലെങ്കിൽ ഡബ്ല്യു നമുക്ക് വരാം. അതിന്റെ കൂടെ തന്നെ അതിന്റെ കോമ്പിനേഷനായിട്ട് ഇലക്ട്രിക്കലിന്റെ കോമ്പിനേഷനായിട്ട് വരുന്ന ഏതൊരു അതിലും നമുക്കൊരു ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ട് എങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് വരുമ്പോഴത്തേക്ക് ഇത്രയുമാണ് നമുക്ക് വരുന്നത്. ഏജ് റിലാക്സേഷൻ 3 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എത്ര വരെ അത് ഞാൻ പറഞ്ഞുതരാം. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്സുകൾ ഇത്രയുമാണ്. അതേപോലെ തന്നെ സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്കുകൾ ഇതാണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇത്രയുമാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഇത്രയുമാണ് നമുക്ക് വരുന്നത്. അപ്പം നിങ്ങളുടെ ട്രേഡ് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ, അപ്പൊ ഇത്രയുമാണ്, അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്കുകളിലുള്ള അല്ലെങ്കിൽ ഇത്രയുമുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ ബിടെക്കോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉള്ള ആൾക്കാർക്കാണ് നമുക്ക് ഈ ഒരു എക്സാംസിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീട് സിലബസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഇനി ഏതെങ്കിലും ഒക്കെ അഡീഷണൽസ് ആയിട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ
പിന്നെ നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇത്തവണ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമുക്ക് നേരത്തെ കൗട്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് ഷോർട്ട് നോട്ടീസ് എങ്കിലും വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പൊ അതിനകത്ത് ഞാൻ കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് സിലബസിനകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നെഗറ്റീവ് മാർക്ക് വരുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ 1/3 ആണ് നെഗറ്റീവ് മാർക്സ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 0.33 മാർക്സ് നമുക്ക് നഷ്ടപ്പെടും. 1/3 ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 1/3 ആണ്. കഴിഞ്ഞ വർഷത്തെ കാര്യമാണ് പറയുന്നത്. ഈ വർഷത്തിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചിട്ട് നെഗറ്റീവ് മാർക്കിംഗ് 1/3 ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1/3 മാർക്സ് നമുക്ക് പോകും. അതായത് മൊത്തം കിട്ടിയതിൽ നിന്നും 1/3 മാർക്ക് നമുക്ക് അതിനകത്ത് നിന്നും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ നെഗറ്റീവ് മാർക്കിംഗ്. ചില സമയങ്ങളിൽ 1/3 ആകാം, ചില സമയങ്ങളിൽ 1/4 ആകാം. ഓക്കെ, ഇപ്പൊ ഇവിടെ 1/3 ആണ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ്. കാരണം ഇപ്പം വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇതിനകത്തിലും 1/3 തന്നെയാണ് നെഗറ്റീവ് മാർക്കിംഗ് നമുക്ക്. ഇനി മാത്സിന്റെ സിലബസിനകത്തിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് മാത്സിനകത്ത് നമുക്ക് പഠിച്ചിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. ഒന്ന് നമ്പർ സിസ്റ്റം, ബോർഡ് മാത്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, പെർസെന്റേജ്, മെൻസുറേഷൻ, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓൾജിബ്ര, ജോമെട്രി, ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രി ഉണ്ട്. അതേപോലെ തന്നെ എലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ തന്നെ വരുന്നതാണ്. ഏജ് കാൽക്കുലേഷൻ അത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പൈപ്പ് ആൻഡ് സിസ്റ്റം വർക്ക് ആൻഡ് ടൈമിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത്. ഇനി ഇതിനകത്ത് ഏതിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാത്തിലും നമ്മൾ ഫോക്കസ് ചെയ്യണം. കാരണം നമുക്ക് SSC എക്സാംസ് ആണെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ നിന്നും എത്ര ചോദ്യങ്ങൾ വരും എന്ന് നമുക്ക് നേരത്തെ നമുക്ക് കൂട്ടി അറിയാൻ പറ്റും. ട്രിഗണോമെട്രി ഒക്കെ ആണെങ്കിൽ SSC CGL വരുമ്പോഴത്തേക്ക് ഏകദേശം 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് കാണും. ജോമെട്രി വരുമ്പോഴത്തേക്ക് അതിനകത്തിൽ അതേപോലെ 45 ക്വസ്റ്റ്യൻസ് കാണും. ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നു. പക്ഷേ ഈ RRB എക്സാംസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും മാത്രമേ ഈ എക്സാംസ് നടത്തുള്ളൂ. അപ്പൊ അതിനകത്ത് കൃത്യമായിട്ടൊരു വെയിറ്റേജ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഏത് പോർഷനകത്ത് നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പം ചില പോർഷൻസ് ചോദിക്കാതെയും ഇരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഈ പോർഷനുകൾക്കെല്ലാം തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇന്ന് എത്രയും വെയിറ്റേജ് കൂടുതലാണ്, ഇതിന് വെയിറ്റേജ് കുറവാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോ നിങ്ങൾ മാത്സ് എടുത്ത് പഠിക്കുമ്പോഴത്തേക്ക് ഈ പോർഷൻസിന് എല്ലാം തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോ ഏതെങ്കിലും ഒരു പോർഷൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ അത് വിടാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് നിന്നായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്കിൽ നിന്നും ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പം അതെന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം ഇത്രയും മാത്സിന്റെ ഈ സിലബസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മാത്സിന്റെ സിലബസ് CBT 1 വേണ്ടിയിട്ടുള്ളത്. ഇനി CBT 1 ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്കുകളാണ്. അനലോഗീസ് ഉണ്ട്, ആൽഫബറ്റിക്കൽ സീരീസ് ഉണ്ട്, കോഡിംഗ് ഡീകോഡിംഗ് ഉണ്ട്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്. അതായത് ബ്ലഡ് റിലേഷൻസിന്റെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ സിലോഗിസം, ജംബ്ലിംഗ് ബോർഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ വെൻ ഡയഗ്രംസ്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഡേറ്റ സഫിഷ്യൻസി, അതേപോലെ തന്നെ കൺക്ലൂഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്, അനാലിറ്റിക്കൽ റീസണിംഗ്, ക്ലാസിഫിക്കേഷൻസ്, ഡയറക്ഷൻ, ആർഗ്യുമെന്റ്സ് ആൻഡ് അസംപ്ഷൻസ്, സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ് ആൻഡ് അസംപ്ഷൻസ്. ഇതിനും നേരത്തെ നമ്മൾ മാത്സിൽ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ എവിടെയും പഠിക്കാൻ. ഇത്രയും ടോപ്പിക്കുകളും നമ്മൾ പഠിക്കാൻ വേണ്ടി. കാരണം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് റെഫറൻസിന് വേണ്ടിയിട്ടുള്ള എക്സാമുകളുടെ എണ്ണം ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ട്രെൻഡ്സ് നമുക്ക് ഒരു വ്യക്തമായിട്ട് ധാരണ നമുക്ക് കിട്ടുന്നു. മാത്രമല്ല നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിന് എണ്ണം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. അപ്പൊ CBT 1 ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെ ടോപ്പിക്സ് ഇത്രയും. ഇനി പ്രസന്റേഷൻ സ്ക്രീൻ നോട്ട് വിസിബിളോ? എനിക്ക് വിസിബിൾ ആണല്ലോ ഇവിടെ. അതൊന്ന് ആ പ്രസന്റേഷൻ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്യും ജോർജ്. എല്ലാവർക്കും പ്രശ്നമുണ്ടോ? ഒന്ന് കമന്റ് ഇട്ടെ. എല്ലാവർക്കും പ്രശ്നമുണ്ടോ ഇവിടെ? അതോ ജോർജിന് മാത്രമേ ഉള്ളൂ പ്രശ്നം? ഓക്കെ ആണ്. അപ്പൊ ജോർജ് എവിടെങ്കിലും ഒന്ന് ഇത് മാറിക്കിടക്കുന്നതായിരിക്കും. അതൊന്ന് പിൻ ചെയ്ത് നോക്കുക കേട്ടോ. ആ ടോപ്പിക്ക് മാത്രം എന്റെ ആ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്ത് നോക്കുക കേട്ടോ. ആ പ്രസന്റേഷൻ സ്ക്രീൻ കയ്യിലോ പറ്റി പോയതായിരിക്കും. ഓക്കെ. അപ്പോ ഇനി അടുത്ത വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്.
അപ്പൊ ജനറൽ സയൻസ് ആൻഡ് ജനറൽ അവയർനെസ്സിനകത്തില് നമുക്ക് ആദ്യം ജനറൽ സയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്തൊക്കെയാണ്? 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഫിസിക്സ്, കെമിസ്ട്രി, അതേപോലെ ലൈഫ് സയൻസ്, ബയോളജി 10 ലെവൽ വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ വരുമ്പോൾ നിങ്ങൾ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു തന്നെ പഠിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ +1 ചില കോൺസെപ്റ്റുകളും കൂടെ നോക്കി വെക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. +1 ടോപ്പിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോളാർ കോൺസെപ്റ്റ്, മൊളാലിറ്റി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ. അതേപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഹൈഡ്രജന്റെ പലതരത്തിലുള്ള സ്പെക്ട്രം, അതായത് ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സ്പെക്ട്രംസും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കും. കാരണം വെച്ചാൽ അതൊക്കെ എവിടെയോ ഞാൻ അതേപോലുള്ള ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതായത് മൊത്തം കെമിസ്ട്രി, അതായത് +1 +2 മൊത്തം ഒന്നും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിനകത്ത് +1 ടെക്സ്റ്റ് ബുക്കിനകത്തിലെ ആദ്യത്തെ 2-3 ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ബാമർ സീരീസ്, ലെയ്മാൻ സീരീസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ സ്പെക്ട്രവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതേപോലെ തന്നെ എന്തായിരുന്നു ഈ ക്വാണ്ടം മെക്കാനിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കും. കാരണം വെച്ചാൽ നമുക്ക് ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്നൊക്കെ ചിലപ്പോൾ 1 വേർഡിനൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വന്നിരിക്കാം. അപ്പം അതും കൂടെ നോക്കി വെക്കുക. ഫുൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊക്കെ ചെറുതാറൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അത്രയുമാണ് നമുക്ക് ജനറൽ സയൻസ് ആൻഡ് ജനറൽ സയൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഈ ജനറൽ അവയർനെസ്സിനൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ടോപ്പിക്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കറണ്ട് അഫയേഴ്സ് വരും. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഒരു 1.5 കൊല്ലത്തെങ്കിലും കറണ്ട് അഫയേഴ്സ് നിങ്ങൾ നോക്കുക. 1.5 മുതൽ 2 കൊല്ലം വരെയുള്ള കറണ്ട് അഫയേഴ്സ് നോക്കുക. എങ്ങനെ നോക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ല ഉദ്ദേശിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലേറ്റസ്റ്റ് ഉള്ള കറണ്ട് അഫയേഴ്സ് ന്യൂസുകളുണ്ട്, അതൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഈ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമുക്ക് വേൾഡ് കപ്പ് ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഇന്ത്യ ഫോക്കസ് ചെയ്ത് നിങ്ങൾ നോക്കുക. ഓക്കെ, അതേപോലെ തന്നെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ അത്രയും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള പലതരത്തിലുള്ള ആഘോഷങ്ങൾ, പലതരത്തിലുള്ള ഫെസ്റ്റിവൽസ്, അതേപോലെ തന്നെ പല ആർട്ട് ഫോംസ്, ഇതൊക്കെയാണ് അവിടെ നമുക്ക് ചോദിക്കുന്നത്. അപ്പം അത് നിങ്ങൾ നോക്കി വെച്ചേക്കുക. അതായത് പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫോക്കസ് ചെയ്ത് നിങ്ങളൊന്ന് നോക്കുക. അതിനർത്ഥം ബാക്കിയുള്ള ഇന്ത്യൻ പോർഷൻസ് ഇത് ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. കൂടുതലായിട്ടും നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിൽ ചോദിച്ചു കാണുന്നത് നോർത്ത് ഈസ്റ്റേൺ റീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചേഴ്സ് ആണ് കൂടുതലും നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏൻഷ്യന്റ് ബുക്കുകൾ, അതായത് ഏൻഷ്യന്റ് ഇന്ത്യസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള ബുക്കുകൾ, ആ ബുക്സുകൾ, അതിന്റെ ഓതേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിരിക്കുക. പിന്നെ പേഴ്സണാലിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അപ്പോയിന്റ്മെന്റുകൾ നടക്കുന്നു. അതായത് ഇനിയിപ്പം വരുമ്പോഴത്തേക്ക് തന്നെ അടുത്ത നിങ്ങളുടെ ഈ CBT 1 നടക്കുന്ന സമയത്ത് അടുത്ത ലോക്സഭ വന്നു കഴിയും. അപ്പൊ ആ ലോക്സഭയിൽ പുതിയതായിട്ടുള്ള ഓരോ മിനിസ്റ്റേഴ്സ്, ഓരോ മിനിസ്ട്രിയുടെ ചാർജ് ആർക്കൊക്കെയാണ്, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിന് ആരെങ്കിലും വരുവാണെങ്കിൽ അതും ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ഈ പേഴ്സണാലിറ്റീസ് നമുക്ക് നോക്കി വെക്കേണ്ട കാര്യങ്ങൾ. പിന്നീട് ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സ് നിങ്ങൾ നോക്കി വെക്കുക. അതിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NCERT ടെക്സ്റ്റ് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും പഞ്ചവത്സര പദ്ധതികൾ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ നീതി ആയോഗിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ എക്കണോമിക്സിന്റെ കുറച്ചും കൂടെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഡിമാൻഡ് തിയറി ഓഫ് ഡിമാൻഡ്സ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അതൊക്കെ +1 +2 ബുക്കുകളിൽ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതിനകത്ത് വരുന്നത്. ഇന്ത്യൻ പൊളിറ്റി നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്താണ് സബ്ജക്ട് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ ആർട്ട് ആൻഡ് കൾച്ചർ വരും. പിന്നെ ജോഗ്രഫി വരും. ഇന്ത്യൻ ജോഗ്രഫി, പ്രധാനമായിട്ടും ഫോക്കസ്ഡ് ഓൺ ഇന്ത്യൻ ജോഗ്രഫി നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ അവയർനെസ്സിനകത്ത് നമുക്കുള്ളത്. എപ്പോഴും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, ഈ ജനറൽ അവയർനെസ്സിൽ നിന്ന് നമ്മൾ മൊത്തം 15 മാർക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനകത്തിലൊക്കെ കൊടുക്കേണ്ട സമയം ഒരിക്കലും ഇതിനകത്തിൽ വലുതായിട്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അതിനർത്ഥം പഠിക്കേണ്ട എന്നല്ല പറയുന്നത്. കാരണം ഈ ജനറൽ സയൻസിന് മാത്രം 30 മാർക്ക്, ജനറൽ റീസണിങ്ങിന് നമുക്ക് 25 മാർക്ക്, മാത്സിന് 30 മാർക്ക്, അതായത് മൊത്തം 85 മാർക്ക് നമ്മൾ ആദ്യം പറഞ്ഞ സാധനങ്ങളാണ് തരുന്നത്. സോ യു ഷുഡ് ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ്. ഏറ്റവും കൂടുതൽ അതിന് ഫോക്കസ് ചെയ്യുക. കാരണം ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ഇരട്ടിയുണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ പാട് കിട്ടുന്നത് 15 മാർക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല പറയുന്നത്, കൊടുക്കണം. പക്ഷെ ഇതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് നിങ്ങൾ എവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ഈ ജനറൽ അവയർനെസ്സിനകത്ത് നിങ്ങൾ കൊടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, പഠിക്കണ്ട എന്ന് പറയുന്നില്ല, കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുക. അപ്പൊ അത്രയുമാണ് നമുക്ക് അതിന്റെ സിലബസുകളെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ട്.
അപ്പൊ അത്രയുമാണ് സിലബസുകൾ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഇനി എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്കിത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് ഒന്നാമത്തെ ടിപ്പ് മക്കളെ, നോ യുവർ സിലബസ്. അതായത് നിങ്ങളുടെ എക്സാം ഏതാണോ അതിന്റെ സിലബസ് അറിഞ്ഞ് പഠിക്കുക. കാരണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മെറ്റീരിയലുകൾ എടുക്കാൻ നേരത്ത് അതിനകത്ത് ആവശ്യമില്ലാത്ത കുറെ സാധനമുണ്ട്, ചവറുകളായിട്ടുള്ള കുറെ സാധനമുണ്ട്. ഇതെന്നും കിടന്ന് കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ സിലബസിനകത്തിൽ എന്ത് പറഞ്ഞേക്കുന്നോ അതിനകത്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം പഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം കിട്ടുകയും ചെയ്യും, ലിമിറ്റഡ് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് പോർഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യുവർ സിലബസ്. സിലബസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ ഏത് എക്സാംസ് ആയിക്കോട്ടെ, JEE ആയിക്കോട്ടെ, RPF ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ RRB അല്ല വേറെ ഏത് എക്സാംസും ആയിക്കോട്ടെ, SSCയോ ബാങ്കോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ആദ്യം അറിയേണ്ടത് അതിന്റെ സിലബസ് ആണ്. ഏതൊക്കെ പോർഷൻസ് നിങ്ങൾ എംഫസൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു നമ്മൾ എംഫസൈസ് ചെയ്യേണ്ടത് ഒന്ന് ജനറൽ സയൻസ്, അതേപോലെ തന്നെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ്, മാത്സ്. ഇതിന് മൂന്നുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പറഞ്ഞത്. അതായത് സിലബസ് നല്ല രീതിയിൽ അറിയാമെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും ഏതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അത് നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യുക, കൂടുതൽ ഫോക്കസ് ചെയ്യാം. അങ്ങനെ സിലബസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെങ്ത് എവിടെയാണ്, വീക്ക്നെസ് എവിടെയാണ്. ചില കുട്ടികൾക്ക് ജനറൽ സയൻസ് നല്ല രീതിയിൽ അറിയായിരിക്കും, പക്ഷെ മാത്സും റീസണിങ്ങും വലിയ ഇതില്ല. നമുക്ക് തന്നെ അറിയാം മാത്സിനകത്തിൽ നിന്നും 30 ക്വസ്റ്റ്യൻ, റീസണിങ്ങിൽ നിന്നും 25 ക്വസ്റ്റ്യൻ, മൊത്തം 55 മാർക്ക് നമുക്ക് ഇതിനകത്ത് നമുക്ക് മാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തില്ല, നമുക്ക് ഈ മാത്സും റീസണിങ്ങും നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ആ മാത്സും റീസണിങ്ങും നിങ്ങൾ എന്ത് ചെയ്യുക, ആ കൂടുതലായിട്ട് നിങ്ങൾ അങ്ങ് ഫോക്കസ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള പോർഷൻസിനകത്ത് നിങ്ങൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ, കാരണം നിങ്ങളുടെ കയ്യിൽ അത് സേഫ് ആണ്. ജനറൽ സയൻസ് ഫോർ എക്സാമ്പിൾ, ജനറൽ സയൻസ് നിങ്ങളുടെ കയ്യിൽ സേഫ് ആണ്. എന്നാൽ മാത്സും റീസണിങ്ങും നിങ്ങളുടെ കയ്യിൽ സേഫ് അല്ല എങ്കിൽ നിങ്ങൾ കൂടുതൽ എന്തിന് ഫോക്കസ് ചെയ്യുക, മാത്സ് ആൻഡ് റീസണിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ സ്ട്രെങ്തും നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്? അപ്പൊ നിങ്ങളുടെ സ്ട്രെങ്ത്, അപ്പൊ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഒന്നെങ്കിൽ അവിടുന്നുള്ള ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ഫോർമാറ്റ്, ആ ടെസ്റ്റിനകത്ത് നിന്ന് നിങ്ങളുടെ ഒരു സ്കോർ ഷീറ്റ് പോലെ മൊത്തത്തിൽ ഒന്നിച്ചായിരിക്കും കിട്ടുന്നത്. അല്ല എങ്കിൽ ആരെങ്കിലും ഒന്ന് ക്യൂറേറ്റ് ചെയ്തിട്ടേക്കുന്നത് നല്ല രീതിയിലുള്ള ഒരെണ്ണമായിരിക്കും കിട്ടുന്നത്. എന്തോ ആയിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു വാച്ച് സെറ്റ് ചെയ്തിട്ട് ഒരു ടൈമർ സെറ്റ് ചെയ്യുക, 90 മിനിറ്റിൽ ടൈമർ സെറ്റ് ചെയ്യുക. ആ 90 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ 100 ക്വസ്റ്റ്യൻസ്, CBT 1ന്റെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾ ഒരു 3-4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യുക. ആ 3-4 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്റെ ലെവൽ എവിടെയാണ്, എനിക്ക് ഈ സാധനം ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അതായത് ഇപ്പോഴത്തെ എന്റെ ലെവൽ വെച്ചിട്ട് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, എനിക്ക് എവിടെയൊക്കെയാണ് അതിനകത്ത് പാളിച്ച് വന്നിരിക്കുന്നത്, എനിക്ക് എത്ര സമയമെടുത്ത് എനിക്കിത് ചെയ്യാൻ പറ്റി, ഈ 100 ക്വസ്റ്റ്യൻസും എനിക്ക് 90 മിനിറ്റിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ എവിടെങ്കിലും സ്റ്റക്കായി പോകുന്നുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 4-5 എണ്ണം നിങ്ങൾ എടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ്. പിന്നെ നിങ്ങൾക്ക് ടൈം ബൗണ്ടർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് ആപ്പുകളും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കുറെ സാധനങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഞാൻ ഒരെണ്ണത്തിന്റെ ഒക്കെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വേറൊരു ടീമുകൾക്കൊന്നും പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. കാരണം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മോക്കുകൾ ചിലതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. 2-3 സെറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കേണ്ടി വരും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം മതിയല്ലേ. ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻസ്, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അവരുടെ ആ സെർവറിനകത്ത് നിങ്ങളൊന്ന് ചെയ്യുക. ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകും നിങ്ങളുടെ വീക്ക് എവിടെയാണ്, സ്ട്രെങ്ത് എവിടെയാണ്, എത്ര സമയം എടുത്തിട്ടാണ് ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും തന്നെ നല്ലത്. അതാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാനൊരു എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഇത്തരത്തിലുള്ള പ്രീവിയസ് ഇയറിന്റെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടൊന്ന് ചെയ്യും. 4-5 ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും ഞാൻ ഏത് ഭാഗത്താണ് വീക്കായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് ഇനി ഇത് ചെയ്യേണ്ടത്, സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഒന്ന് എനിക്ക് പഠിക്കണം, പിന്നെ ചെന്ന് പഠിപ്പിക്കണം. ഇത് രണ്ടിടത്തും എനിക്ക് അറിയണമെങ്കിൽ എന്റെ വീക്ക്നെസ് എനിക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പൊ എങ്ങനെയാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക.
കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഞാൻ ഇത്രയും നേരത്തെ പഠിച്ചു വെച്ച സാധനം വെച്ച് എനിക്ക് സാധനം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളെ ആദ്യം നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് സ്ട്രെങ്ത് ആയിട്ടുള്ളത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് വീക്ക് ആയിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു ടൈമർ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ട്. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും, നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും നമുക്ക് മനസ്സിലായി. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? നമ്മളുടെ വീക്കായിട്ട് കിടക്കുന്ന സാധനം എവിടെയാണോ, അത് മാത്സ് ആണെങ്കിൽ മാത്സ്, ഇനി മാത്സിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക് ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അറിയാവുന്ന ടോപ്പിക് ആണെങ്കിലും ഈ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അറിയാത്ത ടോപ്പിക്, അതിന്റെ ബേസിൽ നിന്നും ഫോർ എക്സാമ്പിൾ നമുക്ക് ഒന്നും കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാണെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങുക? ആ ഒന്നും കൂട്ടി രണ്ട് കിട്ടുന്നത് എങ്ങനെ എന്ന് നമ്മൾ പഠിച്ചു തുടങ്ങണം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. കാരണം നമുക്ക് ബേസ് ഒട്ടും ഇല്ല, നമുക്ക് മാത്സിന്റെ ബേസ് ഒട്ടും ഇല്ല എങ്കിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം? ഒന്നും കൂട്ടിയാൽ നമുക്ക് രണ്ടെണ്ണം അറിയില്ല എങ്കിൽ നമ്മൾ അവിടെ നിന്നും ആ പോയിന്റിൽ നിന്നും വേണം നമ്മൾ തുടങ്ങാൻ. അതായത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള മാത്സ് ആണെങ്കിൽ മാത്സ്, സയൻസ് ആണെങ്കിൽ സയൻസ്, റീസണിങ് ആണെങ്കിൽ റീസണിങ്, അവന്റെ ബേസിൽ നിന്നും നിങ്ങൾ തുടങ്ങുക. എങ്ങനെയാണ്? നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണും. ആ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം സമയം എടുത്ത് തന്നെ ചെയ്യുക. പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ എന്താ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന അധ്യാപകൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ അതൊരു സ്ട്രക്ചറായിട്ട് ആയിരിക്കും പഠിപ്പിച്ചു തരുന്നത്. ആ പഠിപ്പിച്ചു തരുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ നിന്നും, അതായത് പുള്ളി പഠിപ്പിച്ചു വന്നേക്കുന്ന കാര്യം വെച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പഠിപ്പിച്ച അതേ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രം ദ ബേസ് നിങ്ങൾ ചെയ്തു നോക്കുക. ആദ്യം ഷോർട്ട് കട്ട് ഒന്നും അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നില്ല, ആദ്യം നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്യുക. അതിനുശേഷം കോൺസെപ്റ്റ് ഒന്ന് തറവായി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് നിങ്ങൾ ഷോർട്ട് കട്ടിലേക്ക് പോവുക. ആദ്യമേ തന്നെ ഷോർട്ട് കട്ട് എടുത്തിടുവാണെങ്കിൽ നമുക്കൊന്നും ഒരു കുന്തവും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുക. കാരണം നിങ്ങൾക്ക് സമയം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ബേസ് നിങ്ങൾ കൂടുതൽ സമയം എടുത്ത് തന്നെ 1-2 മണിക്കൂർ എടുത്ത് ചെയ്യണമെങ്കിൽ ആ 1-2 മണിക്കൂർ എടുത്ത് തന്നെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ സ്ട്രോങ് ആക്കുക. ബേസ് സ്ട്രോങ് ആക്കിയതിനു ശേഷം നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യുക? ഷോർട്ട് കട്ടുകളിലേക്ക് പോവുക. ആദ്യം തന്നെ ഷോർട്ട് കട്ടിലേക്ക് പോകുന്നത് വലിയൊരു മണ്ടത്തരമാണ്. അതുകൊണ്ട് ബേസ് സ്ട്രോങ് ആക്കുക. ബേസ് സ്ട്രോങ് ആക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഷോർട്ട് കട്ടുകളിലേക്ക് പോവുക. ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കി കഴിഞ്ഞതുകൊണ്ട് മാത്രം യാതൊരു കാര്യമില്ല. വളരെ എന്ത് ചെയ്യണം? നിങ്ങൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. കാരണം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഞാനിപ്പം നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് ഒരു സാധനം പഠിപ്പിച്ചു, നിങ്ങൾ അത് പഠിച്ചു, അത് അവിടെ കളഞ്ഞു. നിങ്ങളത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ നമ്പർ സിസ്റ്റം എന്താണ്, സേർട്സ് എന്താണ്, ഇൻഡൈസസ് എന്താണ്, അല്ലെങ്കിൽ ഡിവിസിബിലിറ്റി റൂൾ എന്താണ്, ഇതൊന്നും മനസ്സിലിരിക്കത്തില്ല. അല്ലെങ്കിൽ ഇതുമായിട്ട് പഠിപ്പിച്ച ടിപ്പും ട്രിക്കുകളോ ഒന്നും നിങ്ങൾക്ക് മനസ്സിലിരിക്കത്തില്ല. ഈ സാധനം നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ 5 സെക്കൻഡ് കൊണ്ടും 10 സെക്കൻഡ് കൊണ്ടും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ ടിപ്പുകളും ട്രിക്കുകളും ഉണ്ടല്ലോ, ഈ സാധനം നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലാണ് നമുക്ക് ഇന്ന് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഈ പരീക്ഷാ ഹാളിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിച്ച അന്ന് മുതൽ പരീക്ഷാ ഹാളിലേക്ക് എത്തുന്നതിന് മുമ്പ് വരെ എന്ത് ചെയ്യണോടാ? ഈ സാധനം നിങ്ങൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു ഫിക്സഡ് ഇന്റർവൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പഠിച്ച സാധനങ്ങളെല്ലാം വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒരു 10,000 ക്വസ്റ്റ്യൻ എങ്കിലും ഒരേ മോഡലിലുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ പരീക്ഷാ ഹാളിൽ ചെന്നിരുന്ന് അവിടെ നിന്ന് ആകാശത്തോട് നോക്കിക്കൊണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ പഠിക്കുന്ന മൊമെന്റ് മുതൽ, അതായത് ഒരു ടോപ്പിക്ക് പഠിക്കുന്ന മൊമെന്റ് മുതൽ എക്സാം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനങ്ങൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. റെഗുലർ ആയിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒപ്പിക്കുക. ഒന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്ക് ആപ്പിന്റെ കാര്യമല്ല പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് ഏത് തന്നെയാണെങ്കിലും ആ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും കിട്ടും. അല്ലെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിയാൻ നേരത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒതന്റിസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് പെയ്ഡ് ആയിട്ടുള്ള പൈസ കൊടുത്തുള്ള സാധനം വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഫ്രീ ആയിട്ടുള്ള കുറെ മെറ്റീരിയൽസ് ഒക്കെ കിട്ടും, പക്ഷെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തുമാത്രം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ കിട്ടിയിട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പൊട്ടത്തെറ്റായിട്ടുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടി ഞാൻ ചെയ്തു നോക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിവതും ഫ്രീ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രീ ആയിട്ട് തരുന്ന സാധനങ്ങൾ പൊതുവെ അങ്ങനെ ഞാൻ നോക്കുന്നില്ല. കാരണം പൈസ കൊടുത്ത് തന്നെയായിരിക്കും മിക്കവാറും ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെയായിരിക്കും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഒതന്റിസിറ്റിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള സാധനമാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ വല്ല പെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളല്ലോ ആരെങ്കിലും ട്രാക്ക് ചെയ്തിട്ട്. അപ്പൊ എന്ത് ചെയ്യുക? റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഓൺലൈൻ മെറ്റീരിയൽസ് ആണെങ്കിലും ഓഫ്ലൈൻ മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, റെക്കമെൻഡഡ് ബുക്സ് ഒക്കെ പറയാം കൂടാ. ഞാൻ ഈ ഒരു ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ പോകുന്നത് റെക്കമെൻഡഡ് ബുക്സിനകത്തേക്കാണ്. പേടിക്കണ്ട, അതെല്ലാം പറഞ്ഞിട്ടേ നമ്മൾ ക്ലാസ് അവസാനിക്കും.
പിന്നെ എന്താണ് മക്കളെ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കണം. മോക്ക് ടെസ്റ്റുകൾ പല രീതിയിലുണ്ട്. മോക്ക് ടെസ്റ്റുകൾ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ നിങ്ങൾ പഠിച്ചു. മൊത്തത്തിൽ ഒരു 4-5 ക്ലാസ് കൊണ്ട് നിങ്ങളിപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു എന്ന് വിചാരിച്ചു. എല്ലാ കോൺസെപ്റ്റുകളും പഠിച്ചു. ആ കോൺസെപ്റ്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുക. അതായത് ഓൺലൈനായിട്ട് കിട്ടുമെങ്കിൽ അങ്ങനെ, അതല്ല നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അതിനകത്തിൽ 10-20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുക്കുന്നു, അതിന് ഇത്ര സമയം നിങ്ങൾ കൊടുക്കുന്നു. ആ 10 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 5 മിനിറ്റ്, 20 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 10 മിനിറ്റ്, അതായത് ഒരു ക്വസ്റ്റ്യന് 30 സെക്കൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യുക. ഈ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുമാത്രം മോക്ക് ടെസ്റ്റുകൾ, അതായത് നിങ്ങൾ ഒന്നെങ്കിൽ സെക്ഷൻ ചാപ്റ്റർ വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ല എങ്കിൽ മാത്സ് മൊത്തത്തിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ എക്സാം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഫുൾ എക്സാം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം മതി. ആദ്യം ഒന്നും കയറി മോക്ക് ടെസ്റ്റ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. സ്ട്രെങ്ത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം 4-5 ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്ത് നോക്കുന്നത് അല്ലാതെ ആദ്യമേ കയറി എല്ലാം കൂടെ ഉള്ള മോക്ക് ടെസ്റ്റ് ഒന്നും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം നിങ്ങളുടെ ഉള്ള ആത്മവിശ്വാസം കൂടെ കളയാനല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എല്ലാ ഫുൾ മോക്ക് ടെസ്റ്റ് ആദ്യമേ തന്നെ ചെയ്ത് കയറി ചെയ്യാൻ വേണ്ടി നിൽക്കുവാണെങ്കിൽ, അതായത് അതുകൊണ്ട് ഈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ചെയ്യുന്ന സമയത്ത് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അതിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പൊ അത് മൊത്തത്തിൽ നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് സെക്ഷൻ വൈസ്, അതായത് മാത്സ് ആണെങ്കിൽ മാത്സിന്റെ മൊത്തം ടോപ്പിക്കുകളും കൂടെ വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഒരു ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഫുൾ മോക്ക് ടെസ്റ്റ് എടുക്കുക. ഇങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ആ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഒരു ബന്ധം കിട്ടും. മാത്രമല്ല എക്സാം ലെവലിൽ അല്ലെങ്കിൽ എക്സാം പോയിന്റ്, അതായത് ആക്ച്വൽ എക്സാം ലെവലിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. രണ്ടാമത്തെ കാര്യം, ആ എക്സാം എഴുതുന്ന സമയത്തുള്ളൊരു ഫിയർ നമുക്ക് മാറിക്കിട്ടും. പിന്നീട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വീക്ക്നെസ്, കൃത്യമായിട്ട് നമ്മുടെ ടൈമിങ്, ഈ കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ടോപ്പിക്കുകളുടെ ടെസ്റ്റ് എടുക്കുക. ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എടുക്കുക. മൊത്തം പോർഷൻസും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ടോട്ടൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ ടോപ്പിക് വൈസ് മാത്രമേ നിങ്ങൾ എടുക്കാവൂ. അതായത് റേഷ്യൽ പ്രൊപ്പോർഷൻ ആണെങ്കിൽ റേഷ്യൽ പ്രൊപ്പോർഷന്റെ മാത്രം, ഇനി ചിലപ്പോൾ അനലോഗീസ് ആണെങ്കിൽ അനലോഗീസ് മാത്രം, അതല്ല ലോസ് ഓഫ് മോഷൻ ആണെങ്കിൽ ലോസ് ഓഫ് മോഷൻ മാത്രം, ഓക്കെ, അല്ലെങ്കിൽ ജെനറ്റിക്സ് ആണെങ്കിൽ ജെനറ്റിക്സ് മാത്രം. നിങ്ങൾ ആദ്യം ടോപ്പിക് വൈസ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്ജക്ട് വൈസ് എടുക്കുക, അതായത് സെക്ഷൻ വൈസ് എടുക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ മോക്ക് ടെസ്റ്റ് എടുക്കുക. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരു 4 അല്ലെങ്കിൽ 5 മാസത്തെ ഒരു ഗ്യാപ്പിൽ നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. എല്ലാം കൂടെ ഇന്ന് ചെയ്ത് നമുക്ക് നാളെ ഇതെല്ലാം കൂടെ നമ്മൾ സർവജ്ഞവിവരം കയറി കഴിയാം എന്നുള്ള ധാരണയുണ്ട് എങ്കിൽ അത് ചുമ്മാതാണ്. കാരണം ഇതൊരു ലോങ് ഡ്യൂറേഷൻ പ്രോസസ് ആണ്. അങ്ങനെ മാത്രമേ നിങ്ങൾ ചെയ്യാം. ഓക്കെ, പിന്നെ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമുണ്ട്. ഈ മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മാർക്ക് എന്തായാലും ആദ്യം 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരെണ്ണം പോലും ശരിയാവില്ല. ഞാനൊക്കെ തുടങ്ങിയ സമയത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. മോക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കാൻ നേരത്തെ അവസാനം കരഞ്ഞു പോയിട്ടുണ്ട്. ഒരു എക്സാമിന് ആദ്യമായിട്ട് IBPS ഒരു എക്സാമിന് പോയിട്ട് ഇരുന്നിട്ട് അവിടെ എക്സാം ഹോളിൽ ഇരുന്ന് ഞാൻ കരഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ കളയാണ്ട് പറയുന്നതല്ല, ഞാൻ ഇവിടുന്ന് കരഞ്ഞു. കാരണം 2016-ഓ 17-ഓ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടുത്തെ കൊല്ലത്ത് നിന്ന് MES എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ചാത്തന്നൂർ. അവിടെ IBPS PO ആണോ SBI PO ആണോ അറിയാൻ വയ്യ, ഏതൊരു എക്സാം ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ബാങ്ക് എക്സാം എന്താണെന്ന് അറിയത്തില്ല, ഒരു കുന്തം അറിയത്തില്ല. ഒരു ആവേശത്തിന് കയറി പൈസയും അടച്ചിട്ട് ഞാൻ പോയി എക്സാം എഴുതിയതാണ്. സത്യം പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് കരഞ്ഞു പോയി. എന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ എന്ന് പറയുന്ന സാധനം എനിക്കില്ല. അവിടെ ചെന്നിട്ട് എന്നൊരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ അർത്ഥം പോലും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക, ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇതാണ്, എനിക്ക് അവിടെ ആക്ച്വലായിട്ട് സംഭവിച്ച കാര്യം നമ്മളെ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ പലർക്കും സംഭവിക്കുന്നതാണ്. കാരണം 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഒരെണ്ണം പോലും ശരിയായെന്ന് വരും. അപ്പോഴേ നമ്മൾ വിചാരിക്കും, ഈ പരിപാടി ഒന്നും എന്നെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല, RRB ഒന്നും ഞാൻ നോക്കുന്നില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലോട്ട് നമ്മൾ മാറും. പക്ഷെ അതാണ് ഏറ്റവും വലിയ തെറ്റ്. നമ്മുടെ ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സാധനമാണ്. ആദ്യത്തെ 1, 2, 3 അല്ലെങ്കിൽ 10 മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ പൊട്ടി എന്ന് വിചാരിക്കുക. നിങ്ങൾ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം ഓൺലൈനായിട്ടാണ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഓരോ ടോപ്പിക്കുകളും എവിടെയാണ് നിങ്ങൾക്ക് പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ എന്ത് ചെയ്യുക, നിങ്ങളത് കൂടുതൽ, അതായത് 10 എണ്ണം നിങ്ങൾ പൊട്ടിയിട്ടുണ്ട് എങ്കിൽ അടുത്ത 20 എണ്ണം കൂടെ നിങ്ങൾ അങ്ങ് എഴുതുക. അപ്പൊ അതിനകത്ത് ഒരു 1-2 എണ്ണമെങ്കിലും നമുക്ക് കിട്ടും. ഒരു ട്രാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം ആദ്യത്തെ ടെസ്റ്റിനകത്തിൽ ഒന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യുന്നില്ല നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന്. ബിഗിനേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് നെഗറ്റീവോ 0 മുട്ടയോ അല്ലെങ്കിൽ അതിന് താഴോട്ട് നെഗറ്റീവോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഷുവർ ആയിട്ടുള്ള കാര്യം, അതിനകത്തൊന്നും തുടരേണ്ട കാര്യമില്ല. മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന മാർക്ക് നമുക്ക് കുറയുന്നത് കണ്ടിട്ട് നമുക്ക് പേടിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യുക, വീണ്ടും നമ്മുടെ ഒരു 10 ക്വസ്റ്റ്യൻ, ഫോർ എക്സാമ്പിൾ റേഷ്യോ പ്രൊപ്പോർഷനിൽ 10 ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. അത് 10 ക്വസ്റ്റ്യൻ നമുക്ക് തെറ്റിയെങ്കിൽ നമുക്ക് മനസ്സിലായി ഈ സാധനം ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യുക,
റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ 1-2 ദിവസം കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എന്നാണോ മനസ്സിലാവുന്നത് അത്രയും സമയം എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ടിപ്സ് ആയിട്ട് അല്ലെങ്കിൽ ട്രിക്കുകളായിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ സിലബസ് അറിയുക, രണ്ടാമത് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അറിയുക. എങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 4-5 എടുത്ത് ചെയ്ത് നോക്കുക. ഓൺലൈൻ ആണെങ്കിൽ അത്രയും നല്ലത്. പിന്നീട് നിങ്ങൾക്ക് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീക്ക് പോയിന്റുകൾ നിങ്ങൾ ബേസിൽ നിന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരുവിധം ബേസ് സ്ട്രോങ് ആയതിനു ശേഷം, ബേസ് സ്ട്രോങ് ആവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് റെഗുലർ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ എന്തെടുക്കുക, നിങ്ങൾ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ എടുത്തെടുത്ത് നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ആദ്യം ടോപ്പിക് വൈസ്, പിന്നെ ചാപ്റ്റർ സെക്ഷൻ വൈസ്, അത് കഴിഞ്ഞിട്ട് മാത്രം ഫുൾ മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്ത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യം മാത്രമാണ്. നിങ്ങളുടെ ടൈമിങ്ങുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം മാത്രമാണ്. അല്ലാതെ നിങ്ങളുടെ ഉള്ള മുറയിലും കൂടെ കൊണ്ടുവന്ന് നശിപ്പിക്കാനുള്ള സാധനമല്ല. ആദ്യമേ കയറി ഡൗൺ ആവരുത് എന്ന് അർത്ഥം. ഓക്കെ, അത്രയുമാണ് അതിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പലയിടത്തും ചെന്ന് പല എക്സാമുകൾക്കും ചെന്നിരുന്ന കരഞ്ഞതിന്റെ അടിസ്ഥാനത്തിലെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പല എക്സാമുകൾക്കും ഒരു കുന്തവും പഠിക്കാതെ പോയിരുന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്ന എന്റെ എക്സ്പീരിയൻസിന്റെ ബേസിസിലും അതേപോലെ തന്നെ കൂടെ ഉള്ളവന്മാർ സർവീസിൽ കയറിയിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി പൊതുവെ നേരത്തെ ചോദിച്ചതുപോലെ റെക്കമെൻഡഡ് ബുക്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക് ആയിട്ട് പോകാം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ല ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ വേറെ ബിഗിനർ കിരൺസിന്റെ SSC മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. 1999 മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ 2023 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ആണ് തോന്നുന്നുള്ളത്. ആ ബുക്ക് എന്റെ കിട്ടിയിട്ടില്ല. ഓക്കെ, അതിന്റെ പൈറേറ്റഡ് കോപ്പിയും കിട്ടിയില്ല. ഞാൻ കുറെ നാളായിട്ട് കിടന്ന് തപ്പുവാണ്, അതിന്റെ പൈറേറ്റഡ് കോപ്പിയും കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ 2023 പിള്ളേർ വാങ്ങിച്ചതിനകത്ത് 2023 ഉള്ള കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ കുറച്ച് പിള്ളേർ അത് വാങ്ങിച്ചേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ ഡൗട്ടുമായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അത് കണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മക്കളെ, ഏറ്റവും നിങ്ങളൊരു ബിഗിനർ ആണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുന്നത് SSC കിരൺസിന്റെ SSC ആണ്. എന്തുകൊണ്ടാണ് അന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇതിനകത്ത് ഓരോ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് വൈസ്, കാരണം ഒരു ചാപ്റ്ററിൽ തന്നെ 10-15 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്കുണ്ട്. ആ ടൈപ്പ് വൈസ് ഓരോ വർഷവും ചോദിച്ച ടൈപ്പ് വൈസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ഈ കിരൺസിന്റെ മാത്സിന്റെ ബുക്കിനകത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് വലിയ ഷോർട്ട് ടിപ്പുകളും ട്രിക്കുകളും ഒന്നും ഇല്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ചെയ്തു പോകുന്നത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഏറ്റവും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് കിരൺസിന്റെ SSC മാത്സ് ആണ്. അതാകുമ്പോഴത്തേക്ക് അതിനകത്ത് ഓരോ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പും, അതായത് ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുമ്പും നിങ്ങൾക്ക് അതിന്റെ തിയറി ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ട്. ഏകദേശം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബുക്കിനകത്ത് അല്ലാണ്ട് ഏകദേശം 13,000 മുകളിലോട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണ്. SSCയുടെ എല്ലാ എക്സാംസിന്റെയും നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതായത് ഞങ്ങൾക്ക് പറയും RRBയുടെ കാര്യം പറഞ്ഞിട്ട് ഇയാൾ എന്തിനാണ് SSCയുടെ കാര്യം ചോദിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, RRBക്കും SSCക്കും ടോപ്പിക്കുകളെല്ലാം സെയിമാണ്. RRB എക്സാംസ് വളരെ ലിമിറ്റഡ് ആയിട്ട് നടക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് വളരെയധികം കുറവാണ്. ഒരു 5,000 താഴെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നു. പക്ഷേ അതേ ടോപ്പിക് തന്നെയാണ് SSCക്ക് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ SSCയുടെ ടോപ്പിക്സുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ SSCയുടെ ബുക്ക് ഞാൻ എടുത്തിട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് SSC ലെവലിലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളൊരു ബിഗിനർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് SSC മാത്തമാറ്റിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾഡ് പേപ്പേഴ്സ് ബൈ കിരൺസ്. ഇതിന്റെ വില എന്ന് പറയുന്നത് എങ്ങാണ്ട് ഏകദേശം 500-600 രൂപയെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിന്റെ വില നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ നിങ്ങൾക്ക് കിട്ടാം. കേരളത്തിലെ പലയിടത്തും, അതായത് ഞങ്ങളുടെ കൊല്ലത്തുള്ള അത്യാവശ്യം കുറെ ബുക്ക് സ്റ്റോളുകളിലൊക്കെ ഞാൻ നോക്കിയിരുന്നു, അവിടെ നിന്നും ഈ ഒരു ബുക്ക് അവിടെ നിന്നും അവൈലബിൾ അല്ല. അപ്പൊ കേരളത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അവൈലബിലിറ്റി എനിക്ക് അറിയത്തില്ല. ഞാൻ കൊല്ലത്തിന്റെ കാര്യം മാത്രമാണ് പറയുന്നത്. കൊല്ലത്ത് മിക്കയിടത്തും ഈ ബുക്കൊന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും പിള്ളേർക്കാണെങ്കിലും എല്ലാം എടുത്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി മാത്രമാണ് ഞാനിത് സാധനങ്ങളെല്ലാം ഞാൻ പർച്ചേസ് ചെയ്യുന്നത്, അതായത് ഇത്തരത്തിലുള്ള ബുക്സുകളെല്ലാം. അപ്പൊ അതാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വില കുറഞ്ഞ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ എപ്പോഴും നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കുറച്ച് പൈസ ആവുകയാണ് എങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ പരിസരത്ത് കുറച്ച് കൂട്ടുകാരുണ്ട് എങ്കിൽ, അതായത് കമ്പയിൻ സ്റ്റഡി നടത്തുന്ന ആൾക്കാരുണ്ട് എങ്കിൽ എല്ലാവരും കൂടെ പൈസ ഇട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഒരാൾ തന്നെ വാങ്ങണമെന്നില്ല, പൈസ ഇട്ട് എടുത്താലും മതി. അപ്പൊ ഒന്ന് കിരൺസിന്റെ ബുക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. കിരൺസിന്റെ ബുക്കാണ് കിരൺസിന്റെ ബുക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പുള്ളിക്കാരന്റെ രാകേഷ് യാദവിന്റെ SSC മാത്തമാറ്റിക്സ്. അതിനകത്തും ഇതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻസ് ആയിട്ടുള്ള ബുക്ക് കിട്ടും. പക്ഷേ കിരൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രോസും കോൺസും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു, ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് ഒരു ഓർഡറിലല്ല നമുക്ക് ക്വസ്റ്റ്യൻസ് ഇട്ടേക്കുന്നത്. ഇവിടെ
SSC കിരൺസിന്റെ ബുക്ക് എടുക്കാൻ നേരത്ത് നമുക്ക് ഒരു ഓർഡർ ഉണ്ട്, അതായത് ടൈപ്പ് വൈസ് നമുക്കറിയാം. പക്ഷെ ഇവിടെ അങ്ങനെ ടൈപ്പ് വൈസ് ഇല്ല, എല്ലാം കൂടെ പല തരത്തിൽ, അതായത് ഇവിടെ ടൈപ്പ് വൈസ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാം ഒരു അവിയൽ പരുവത്തിലാണ് അതിനകത്തിൽ കിടക്കുന്നത്. അപ്പൊ ഒരു ഓർഡർ നമുക്ക് അതിനകത്തിലില്ല. പക്ഷേ അത്യാവശ്യം ഷോർട്ട് കട്ടുകളും കാര്യങ്ങളും ഒക്കെ പിന്നെ രാകേഷ് യാദവിന്റെ പുസ്തകത്തിനകത്തിലുണ്ട്. കിരൺസിനകത്ത് ഇല്ലാത്ത ഷോർട്ട് കട്ടുകൾ പലതും എവിടെയുണ്ട്, ഇവിടെ നമുക്ക് ഉണ്ട്. അപ്പൊ രാകേഷ് യാദവിന്റെ ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ചോയ്സ് ആണ്. കുറച്ചും കൂടെ ഒന്നായി കഴിയുമ്പോഴത്തേക്ക്, അതായത് ബേസ് ഒക്കെ ഒന്ന് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രാകേഷ് യാദവ്. പിന്നെ രാകേഷ് യാദവിന്റെ ക്ലാസ് നോട്ട്സ് ഉണ്ട്, പക്ഷേ ബേസ് അറിയാത്ത ഒരാൾക്ക് ഇത് എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കണ്ട ഒരാൾക്ക് മാത്രമേ ഈ ക്ലാസ് നോട്ട്സ് ഓൺ മാത്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം നമുക്ക് ഉപയോഗപ്പെടും. പിന്നെ വരുന്ന ഒരു സാധനമാണ് ഗഗൻ പ്രതാപിന്റെ പുസ്തകമാണ്. പക്ഷെ അത് കുറച്ചും കൂടെ ഹയർ ലെവലാണ്. ഒരിക്കലും ഒരു ബിഗിനേഴ്സിന് ഞാൻ ഒരിക്കലും ഗഗൻ പ്രതാപിന്റെ ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആണ്. SSC CGL തന്നെ ടയർ 2 ലെവലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് പുള്ളിക്കാരനകത്ത് ഇട്ടിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല, പുള്ളിയുടെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ അത് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊരു ബിഗിനർ ആണ് എങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു ബുക്ക് ഞാൻ വലുതായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഒരു നല്ല രീതിയിൽ ബേസ് സ്ട്രോങ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ബുക്ക് നോക്കിയിരുന്നാൽ മതി. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് കിരൺസിന്റെ ബുക്ക്, രണ്ടാമത് രാകേഷ് യാദവിന്റെ ബുക്ക്. രാകേഷ് യാദവിന്റെ SSC മാത്തമാറ്റിക്സ് ആണ്. ക്ലാസ് നോട്ട്സ് എടുത്തു കഴിഞ്ഞാലും വലിയ ഗുണം നിങ്ങൾക്കില്ല. അപ്പൊ ഒന്നെങ്കിൽ കിരൺസിന്റെ SSC മാത്തമാറ്റിക്സോ, അതല്ല എങ്കിൽ രാകേഷ് യാദവിന്റെ SSC മാത്തമാറ്റിക്സോ, അല്ലെങ്കിൽ കിരൺസിന്റെ ബുക്ക്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ഡ 247ന്റെ ഏസ് സീരീസ് ഉണ്ട്. അതും നല്ലൊരു ഓപ്ഷൻ ആണ്. അതായത് ഇപ്പം അതിനകത്ത് ഓരോ ലെവൽ വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ ഒന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാം അവരുടെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഒരു ചാപ്റ്ററിൽ നിന്നാണ്ട് 200 ക്വസ്റ്റ്യൻസ്, മാക്സിമം 200 ക്വസ്റ്റ്യൻസ് മാത്രമേ ഒരു ചാപ്റ്ററിന് അതിനുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ലിമിറ്റഡ് ആണ്. എല്ലാം കൂടെ ആ പുസ്തകം എടുത്ത് നോക്കി കഴിയാൻ നേരത്തെ ഏകദേശം 32,000 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഒരുവിധം ആയി കഴിയുവാണ് എങ്കിൽ നിങ്ങൾക്ക് ഏത് ഉപയോഗിക്കാം, ഏസിന്റെ SSC സീരീസ്. അരിത്തമാറ്റിക്സും ഉണ്ട്, അഡ്വാൻസ് മാത്സും ഉണ്ട്, രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാണ് മാത്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി റീസണിങ്ങിലേക്ക് നിങ്ങൾ പോവുകയാണ് എങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്, ഒന്ന്, നിങ്ങൾക്ക് ബേസ് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾക്ക് താണ്ടെ SSCയുടെ ഏസ് അഡ്ഡയുടെ SSC അഡ്ഡയുടെ റീസണിങ്ങിന്റെ ബുക്ക് നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു ഓപ്ഷൻ ആണ്. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്താണ് ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ തിയറീസ് അത്യാവശ്യമാണ് അതിലുണ്ട്. പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കിരൺസിന്റെ ബുക്ക് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ അതിനകത്ത് സെക്ഷൻ വൈസ് ടൈപ്പ് വൈസ് അങ്ങനെയൊന്നുമില്ല, ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേപോലെ അങ്ങ് തന്നേക്കുവാണ്. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് സെക്ഷൻ വൈസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഏസിന്റെ അഡ്ഡയുടെ ബേസ് ഒക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ബെറ്റർ. ഇതിനകത്ത് നമ്മുടെ കിരൺസിന്റെ മാത്സിനകത്താണെങ്കിൽ കുറെ ബേസ് കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതിനകത്ത് ബേസോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ, തിയറീസ് ഒന്നുമില്ല ഇതിനകത്ത്. പക്ഷെ നല്ലൊരു ഓപ്ഷൻ ആണ്. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഇതിനും വില വരുന്നത് ഏകദേശം 400-500 രൂപയും കണ്ടാണ്. ഓക്കെ, അപ്പം ഇതും നല്ലൊരു ഓപ്ഷൻ ആണ്. അപ്പം റീസണിങ്ങിന് നിങ്ങൾ ഈ രണ്ട് ബുക്സ് നിങ്ങൾ പ്രിഫർ ചെയ്യാം. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YCT യൂത്ത് കോമ്പറ്റേറ്റീവ് ടൈംസ് എന്ന് പറയുന്ന ഓർമ്മത്തിന്റെ ബുക്കുണ്ട്. അതേപോലെ തന്നെ പിനാക്കിളിന്റെ ബുക്കും ഉണ്ട്. ഇത് പിനാക്കിളിന്റെ ഒക്കെ ബുക്കിന്റെ ഇതിന്റെ പക്ഷെ YCTക്കകത്തും പിനാക്കിളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിരൺസിന്റെ ബുക്കിനകത്ത് കിട്ടുന്ന അത്രയും നമുക്ക് ടോപ്പിക്കുകൾ ഇതിനകത്തില്ല. അത്രയും ക്വസ്റ്റ്യൻസ് നമുക്കില്ല. 2017 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്രമേ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതിനെക്കാട്ടി നല്ലത് ഇത് തന്നെ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. പിന്നെ YCTക്കകത്തും പിനാക്കിളിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഷോർട്ട് കട്ടുകളുണ്ട്. YCT പിന്നെയും കുഴപ്പമില്ല, എപ്പോഴും നല്ലൊരു ഇതായിട്ട് വരുന്നതാണ്. അവരെ കുറെ അഡീഷണൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഡീറ്റെയിൽ ഓരോ ടോപ്പിക്കിനകത്തും നിന്നും ഡീറ്റെയിൽ YCTക്കകത്തും പിനാക്കിളിനകത്തും സയൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അപ്പം അതും നല്ലൊരു ഓപ്ഷൻസ് ആണ്. അപ്പൊ ഈ 4 ബുക്സിനകത്ത് ഏത് ബുക്ക് വേണമെങ്കിലും നമുക്ക് നോക്കാം. രാകേഷ് യാദവിന്റെ റീസണിങ്ങിന്റെ ബുക്ക് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ അതിനെക്കുറിച്ച് കുറെ കാലം തപ്പിയതാണ്, പക്ഷെ എനിക്ക് ആ ബുക്ക് കിട്ടിയിട്ടില്ല. അവർ ഇറക്കിയിട്ടുണ്ടോ ഇല്ലെന്ന ഡൗട്ടാണ്. ഒരിക്കൽ ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല രാകേഷ് യാദവിന്റെ റീസണിങ്ങിന്റെ ബുക്ക്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാത്തത്. അപ്പം റീസണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് ഈ 4 ബുക്സ് ആണ്. ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ ചൂസ് ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ കിരൺസ് തന്നെയാണ് ബെറ്റർ. അഡീഷണൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ കിരൺസിന്റെ അഡ്ഡയുടെ ബുക്കാണ് കുറച്ചും കൂടെ ബെറ്റർ. പക്ഷേ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ചാപ്റ്ററിൽ 200 ഉള്ളൂ. അങ്ങനെ മൊത്തം ഏകദേശം 2010 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ YCTയോ അല്ലെങ്കിൽ പിനാക്കിളോ നിങ്ങൾക്ക് എടുക്കാം. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ സയൻസിലേക്ക് നമ്മൾ നോക്കുകയാണ്. ജനറൽ സയൻസിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബേസ് എപ്പോഴും തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, NCERTയുടെ ടെക്സ്റ്റ് ബുക്ക്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തുടങ്ങുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ്. അതിനകത്തിൽ തന്നെ 8 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ബുക്കുകൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ബാക്കിയുള്ളത് വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിനകത്താണ്. ഇനി ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം കുത്തിയിരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ടൈം ലിമിറ്റഡ് ആണ് എങ്കിൽ
പിന്നുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് NCERT സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ വാങ്ങാൻ നിൽക്കരുത്, കാരണം അത് പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്, നിങ്ങൾക്ക് വലിയ ഉപകാരമില്ല. ഒരു 2015-16 ഇറങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ നിങ്ങൾ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് കലൈൻഡർ പബ്ലിഷേഴ്സിന്റെയോ അല്ലെങ്കിൽ ഓസ്വാൾഡ് പോലുള്ള സാധനങ്ങളുടെയോ ഗിസ്റ്റ് ഓഫ് NCERT ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ എടുക്കാൻ നിൽക്കരുത്, കുറച്ച് പഴയ എഡിഷൻസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ ഗിസ്റ്റ് ഓഫ് NCERT എന്ന് പറയുന്ന ബുക്കുണ്ട്. ഓക്കെ, അത് മിക്കവാറും പിന്നെ ഈ ഇവിടുത്തെ കൊല്ലത്തെങ്ങനെയുള്ള ബുക്കുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല, ട്രിവാൻഡ്രത്തോട് ഇതിനെ ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ ഞാൻ കൊല്ലത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ ഫ്ലിപ്കാർട്ടോ ആമസോണിലോ ആണ്. ഗിസ്റ്റ് ഓഫ് NCERT എടുക്കുക. അതൊരു 2015-16 പബ്ലിഷ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് എങ്കിൽ, അല്ലെങ്കിൽ 2017 പബ്ലിഷ് ചെയ്തതാണെങ്കിലും വലിയ പ്രശ്നമില്ല. അതായത് കോവിഡിന് മുമ്പ് പബ്ലിഷ് ചെയ്ത സാധനങ്ങളാണോ എന്ന് ആണെങ്കിൽ ധൈര്യമായിട്ട് കണ്ണും പൂട്ടി എടുക്കുക. കാരണം അതിനകത്ത് നമ്മൾ ഈ പഠിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ബേസ് ആയിട്ടുള്ള തിയറീസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്ത് കിടപ്പുണ്ട്. അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കാൻ സമയമില്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉള്ളവർക്ക് NCERT തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസൻസിന്റെ ജനറൽ സയൻസ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പ്രോബ്ലംസ് ഒന്നും ഇല്ല, അതിന്റെ തിയറീസ് നല്ല രീതിയിൽ അതിനകത്ത് കിടപ്പുണ്ട്. അത് ഒരു നല്ല ഓപ്ഷനാണ്. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് അത് ജയിക്കാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പിനാക്കിളിന്റെ ബുക്കാണ്. അതിനകത്ത് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സാധനങ്ങളെല്ലാം ഇൻ ഡെപ്തിൽ, അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻ ഡെപ്തിൽ അതിനകത്ത് അവിടെ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് അതിന്റെ ആൻസർ നിങ്ങൾ എടുത്ത് നോക്കി കഴിയുമ്പോൾ ഫസ്റ്റ് ലോ ഓഫ് മോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ആ ആൻസറിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഒരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ബാക്ക് എൻഡിലുള്ള സകല സാധനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസ് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പിനാക്കിളിന്റെ പുസ്തകത്തിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ജനറൽ സയൻസ്, അതായത് YCTയുടെ ജനറൽ സയൻസ്, അതിലും അതേപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസും എന്താണ് ഇൻ ഡെപ്തിലാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ജനറൽ സയൻസ്, അതായത് NCERT ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് വായിച്ച് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ യു ഷുഡ് ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം NCERT ടെക്സ്റ്റ്. ഞാൻ അതേ പറയത്തുള്ളൂ, NCERT ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും NCERT ടെക്സ്റ്റ് ഒക്കെ വായിച്ചൊരു NCERT ടെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു 2-3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം, ഒന്ന് മൊത്തത്തിൽ നോക്കിച്ച് വായിച്ച് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻസ് ഇതായി എടുക്കാം. ഞാൻ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ പിനാക്കിളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള സാധനമാണ്. ഇത് ഒരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഞാൻ എന്റെ ഒരു അനുഭവത്തിന്റെ ഇതിൽ പറയുവാണ്, ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക്. നിങ്ങൾക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതിനകത്ത് വെച്ചിട്ട് ബാക്കിയുള്ള ബുക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിനാക്കിളാണ്. കാരണം എന്റെ പിള്ളേരുടെ അടുത്തുള്ള, അതായത് വേറെ എന്താണ് ഞാൻ ഓഫ്ലൈനിലൊക്കെ പഠിപ്പിക്കുമ്പോഴത്തേക്ക് അവന്മാരെ കൊണ്ടെല്ലാം ഞാൻ ഈ പുസ്തകങ്ങൾ വാങ്ങിപ്പിച്ചിട്ടുണ്ട്. പുസ്തകങ്ങൾ വാങ്ങിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അവന്മാരെ എല്ലാ മതം കൊണ്ട് ഒരു ബുക്ക് ഞാൻ വാങ്ങിപ്പിക്കില്ല. ഒരു സെറ്റ് ആൾക്കാരെ കൊണ്ട് ഞാൻ ബാഗേശ്വരമാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഒരു സെറ്റ് ആൾക്കാരെ കൊണ്ട് ഞാൻ കിരൺസ് വാങ്ങിക്കും, ഒരു സെറ്റ് ആൾക്കാരെ കൊണ്ട് ഞാൻ പിനാക്കിളിന്റെ വാങ്ങിപ്പിക്കും, ഒരു സെറ്റ് ആൾക്കാരെ കൊണ്ട് ഞാൻ YCTയുടെ വാങ്ങിക്കും. ഇത് എന്തുകൊണ്ടാണ് ഞാൻ വാങ്ങിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബുക്കുകൾ മിക്കത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അവന്മാരുടെ നിന്നുള്ള ക്വസ്റ്റൻസ് ഒക്കെ എനിക്ക് ആവശ്യമുള്ള കാര്യത്തിനായിരിക്കും. അതുപോലെ തന്നെ ഒരു ബുക്ക് തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാ എണ്ണത്തിന്റെ കയ്യിൽ ഒരു ബുക്ക് ആയിരിക്കും. അതുകൊണ്ട് ഇവന്മാരുടെ കയ്യിൽ മൾട്ടിപ്പിൾ ബുക്സ് ആകുമ്പോഴത്തേക്ക് എല്ലാ എണ്ണത്തിനും ബുക്സ് എല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണ് ഈ ഓഫ്ലൈൻ ബാച്ച് ഉള്ളവന്മാരുടെ അടുത്ത് ഞാൻ ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്ക് എനിക്ക് എല്ലാ ബുക്സുകളും എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അവന്മാർക്ക് പോലെ തന്നെ എന്റെ പിള്ളേർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബുക്സ് എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ ബുക്സുകളെല്ലാം ഒന്ന് റെഫർ ചെയ്തിട്ടുള്ളതിന്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ പിനാക്കിൾ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്ക്. അതിന്റെ കൂടെ തന്നെ ഈ YCTയുടെ ബുക്സുകളും എന്താണ് നല്ല ബുക്കുകളാണ്. കാരണം 2 ബുക്സ് ഞാൻ നോക്കിയിട്ടുണ്ട്. കിരൺസിന്റെ അത്രയ്ക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടില്ല, എന്നാലും ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതലായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ എന്നാലും ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് പിനാക്കിളിന്റെ ബുക്കാണ്. പിനാക്കിളിന്റെ ബുക്കും അതേപോലെ തന്നെ പിനാക്കിളിന്റെ ബുക്കാണ് നമ്പർ 1 ആയിട്ട് ഞാൻ പറയുന്നത്. കൂടെ YCTയും നല്ല ബുക്കുകൾ തന്നെയാണ്. YCTയുടെ ബുക്കും നല്ലതാണ്. ആർക്കെങ്കിലും മാക്സ്റ്ററിൽ, അതായത് മാക്സ്റ്റർ എന്ന് പറയുന്ന ആപ്പ് ഉണ്ടല്ലോ, മാക്സ്റ്റർ എന്ന് പറയുന്ന ആപ്പിൽ ആർക്കെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ താണ്ട് ഈ ബുക്ക് അതിനകത്ത് കിടപ്പുണ്ട്. എനിക്കത് കുത്തിയത് വായിക്കാൻ വയ്യാത്തതുകൊണ്ടാണ്, അതായത് മൊബൈലിൽ അധികം നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അതെടുത്ത് കിടപ്പുള്ള സാധനം പിന്നെ അതിന് PDF ഡൗൺലോഡ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതായത് ഞാൻ മാക്സ്റ്ററിൽ വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ല ബുക്കായിട്ട് തോന്നി. പിന്നെ പിനാക്കിൾ ഒന്നും മാക്സ്റ്ററിനകത്ത് കിടപ്പില്ല, അത് ഞാൻ അല്ലാതെ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഇത് എനിക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയപ്പോഴത്തേക്ക് ഒരു കൂട്ടുകാരന്റെ ഊറ്റിയിട്ടാണ് ഞാൻ ആ സബ്സ്ക്രിപ്ഷൻ എടുത്തത്. അപ്പം ഈ ഒരു ബുക്ക് ഞാൻ വായിച്ചു നോക്കി, നല്ല ബുക്ക് തന്നെയാണ്, ഇതും നല്ല ബുക്ക് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾക്ക് അതിനകത്ത് ചൂസ് ചെയ്യാം. അപ്പം ജനറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അതാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട്, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ നോളജ് ആണ് നിങ്ങൾക്ക് നോക്കേണ്ടതെങ്കിൽ
ഒന്ന് എയ്സിന്റെ ബുക്ക് നിങ്ങൾക്ക് നല്ലതാണ്, പക്ഷെ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ YCTയുടെ ബുക്ക് നല്ലതാണ്, അതേപോലെ തന്നെ പിനാക്കിളിന്റെ ബുക്ക് നല്ലതാണ്. ഇത് രണ്ട് ബുക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്, പിള്ളേരെ കൊണ്ട് വാങ്ങിപ്പിച്ച് ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം YCTയുടെയും പിനാക്കിളിന്റെയും ബുക്ക് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ്. അതിനകത്തിൽ ഓരോ ടോപ്പിക് വൈസ് പിന്നെ YCTയുടെ നല്ല കുറച്ചും കൂടെ പിന്നെ ഈ ജനറൽ അവയർനെസ് പഠിക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ YCTയുടെ ബുക്കാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കാവുന്നത്, അതിനകത്ത് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഫോർ എക്സാമ്പിൾ ഔറംഗസേബുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഛത്രപതി ശിവജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പം അവിടെ സെക്ഷൻ വൈസ് ആയിട്ട്, അതായത് ഛത്രപതി ശിവജി എന്ന് പറയുന്ന ഒരു ഹെഡിങ് തന്നിട്ട് പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആണ്, കുറച്ചും കൂടെ ഒരു ഓർഗനൈസ്ഡ് ആണ് YCT എന്ന് പറയുന്ന ബുക്ക്. സോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, അതായത് സ്റ്റാറ്റിക് GK, അതായത് ജനറൽ നോളജ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, അതായത് നമുക്കിപ്പോൾ JEE മാത്രമല്ല ഇനിയിപ്പോൾ ഏത് വരുന്നുണ്ട്, RPFന്റെ ഇപ്പം നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു, അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ ഇനിയിപ്പം വരും, NDPC വരും. ഇതിനെല്ലാം നിങ്ങൾക്ക് ആ ജനറൽ അവയർനെസ്, കാരണം അവിടെ എല്ലാം ജനറൽ അവയർനെസ് കൂടുതലാണ്. ജനറൽ അവയർനെസ് പിന്നെ പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ YCTയുടെ ബുക്കാണ്. മാക്സ്റ്ററിൽ അതിന്റെ YCT കിടപ്പുണ്ട്. അത് കൂടാതെ തന്നെ ഒന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാം, അല്ലെങ്കിൽ ഒന്ന് ടെലിഗ്രാമിലെങ്ങാണ്ട് അതിന്റെ ഒരെണ്ണം എനിക്ക് കിട്ടിയായിരുന്നു, അതിന്റെ ഒരു PDF എനിക്ക് കിട്ടിയായിരുന്നു. PDF ഞാൻ നോക്കിയായിരുന്നു, നല്ല അടിപൊളി ബുക്കാണ് കേട്ടോ. ആ PDF കുത്തി നോക്കാൻ വയ്യാത്തത് കൊണ്ടാണ് പിന്നെ അത് വലുതായിട്ട് ഞാൻ ഉപയോഗിക്കാത്തത്. പക്ഷെ നല്ലൊരു ബുക്കാണ്. YCTയുടെ ബുക്ക് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാം, 500-600 രൂപയെങ്ങാട്ടേ ഉള്ളൂ. ഇതൊക്കെ നല്ല വിലയാണ്, അതാണ് വേറൊരു പ്രശ്നം. നമുക്ക് ഒന്നെങ്കിൽ YCTയുടെ ബുക്ക്, എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് YCTയുടെ ബുക്കാണ്. ഇനി നിങ്ങൾക്ക് ജനറൽ അവയർനെസ് കറണ്ട് അഫയേഴ്സ് പഠിക്കാനാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഇതാണ്, പ്രതിയോഗിത ബുക്ക്. സിവിൽ സർവീസസിനൊക്കെ പഠിക്കുന്ന പിള്ളേർ ഉപയോഗിക്കുന്ന സാധനമാണ്. കറണ്ട് അഫയേഴ്സിൽ ഇതുപോലെ നല്ല ബെറ്റർ ആയിട്ടൊരു ബുക്ക് നമുക്കില്ല. 125 രൂപയാണ് ഇതിന്റെ ഒരു ലക്കത്തിന്റെ വില. 125 രൂപയാണ്, മാസത്തിൽ ഒരിക്കലാണ് ഇത് വരുന്നത്. അപ്പൊ ആ മാസമുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് പ്രതിയോഗിത കിടക്കും. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രതിയോഗിത വർക്കമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ മനോരമയുടെ ഇയർ ബുക്കോ അല്ലെങ്കിൽ ഇന്ത്യ ഇയർ ബുക്ക് എന്ന് പറയുന്നത് ഡൽഹിയിൽ അങ്ങനെയുള്ള ഒരു പബ്ലിഷേഴ്സ് ഇത് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബുക്ക്, അപ്പൊ പിന്നെ ഇത് ഇപ്പൊ അതായത് ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും പഠിക്കണമെങ്കിൽ, ജനറൽ നോളജ് പഠിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് YCT ആണ്. YCT കിട്ടിയില്ലെങ്കിൽ നമുക്ക് പിനാക്കിൾ ഉപയോഗിക്കും. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് YCT ആണ്. പിനാക്കിളും കുഴപ്പമില്ല. പിന്നീട് SSC കിരൺസിൻ്റെതും വലിയ പ്രശ്നങ്ങളില്ല, പക്ഷേ കമ്പയർ ടു ഇതോടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ബന്ധവും ഇല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ YCT അല്ലെങ്കിൽ പിനാക്കിളും നോക്കാം. കറണ്ട് അഫയേഴ്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പ്രതിയോഗിത ഉറപ്പിന്റെ ബുക്കാണ്. ഇനി പൈസ കൊടുത്ത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അപ്പം അതാണ് അങ്ങനെ വാങ്ങിക്കുന്നത് താല്പര്യമില്ല, അല്ലെങ്കിൽ വാങ്ങിക്കുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് എങ്കിൽ നിങ്ങൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ജാഗരൺ ഘോഷിന്റെയോ, അതല്ല എങ്കിൽ എന്താണ് ഏറ്റവും ഓക്കെ അത് പറയാൻ വിട്ടുപോയി, ഏറ്റവും നല്ല, അതായത് ഓൺലൈനിൽ നിങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് സ്റ്റഡി IQന്റെ ഗൗരവ് ഗാർഗ് എന്ന് പറയുന്ന ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ജസ്റ്റ് ടെലിഗ്രാമിനകത്തിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഡോക്ടർ ഗൗരവ് ഗാർഗ് സ്റ്റഡി IQ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. സ്റ്റഡി IQ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകനാണ് ഡോക്ടർ ഗൗരവ് ഗാർഗ്. പുള്ളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ കമ്പൈലേഷൻസ് കിട്ടും. അതാകുമ്പോൾ ഓരോ ദിവസം അനുസരിച്ചിട്ടുള്ള കമ്പൈലേഷൻസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതായത് ഓരോ ഡെയിലി കമ്പൈലേഷൻസ് ഉണ്ട്, മന്ത്ലി കമ്പൈലേഷൻസ് ഉണ്ട്, വീക്ക്ലി കമ്പൈലേഷൻസും ഉണ്ട്. അപ്പോൾ ഗൗരവ് ഗാർഗിൻ്റെത് നല്ലൊരു ഓപ്ഷനാണ്. അതായത് പൈസ കൊടുക്കാതെ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ അതിനകത്തെല്ലാം വൺ ലൈനറായിട്ട് മാത്രമേ ഉള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, വൺ ലൈനറായിട്ട് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രതിയോഗിത ദർപ്പണം ഉപയോഗിക്കാം, അല്ലെങ്കിൽ അഡ്ഡ 247ന്റെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ IAS പാർലമെന്റ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ജനറൽ അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രിപ്പറേഷൻസിന് നമുക്ക് ഉപകാരപ്പെടുന്ന ബുക്കുകളും സൈറ്റുകളുടെയും കാര്യം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് CGP 1 ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ ചോദിച്ചോളൂ കയ്യോട്. പഠിപ്പിച്ച ഈ പറഞ്ഞു തന്ന കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലായോ? എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാവർക്കും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലായോ? ഒരുവിധം ഐഡിയ കിട്ടിയോ? എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് ലെവലിലാണ് നമുക്ക് എക്സാം എഴുതേണ്ടതെന്നുള്ള, ഏതൊക്കെ ബുക്സുകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? പെട്ടെന്ന് ഒന്ന് കമന്റ് ഇട്ടേ, ഒന്ന് ഫാസ്റ്റ് ആയിട്ട്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എങ്ങനെ വേണോ നിങ്ങൾക്ക് കമന്റ് ഇടാം, അതിനകത്തൊന്നും ഇല്ല. ഈ വീഡിയോ റെക്കോർഡിങ്സ് ഉണ്ട്, വീഡിയോ റെക്കോർഡിങ്സ് നമുക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതിൽ കാണും. യൂട്യൂബ് ചാനലിൽ ഇതുണ്ട്. ഇത് ഇപ്പൊ ലൈവായിട്ട് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് യൂട്യൂബ് ചാനലിൽ. ഈ സാധനം അവിടെ തന്നെ കാണാം. ഓക്കെ,
അല്ലെങ്കിൽ പിന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇവിടെ ഇട്ട് തരും, പേടിക്കണ്ട. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ അവിടെ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബുക്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതോ, ക്ലാസ് നമുക്ക് ഉപകാരപ്പെട്ടോ? പെട്ടെന്ന് കമന്റ് ഇട്ടെ, ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? 1.5 മണിക്കൂർ വന്ന് എന്റെ കത്തിയിട്ട് കേട്ടോണ്ടിരുന്നതായിരുന്നു. ഉപകാരപ്പെട്ടോടെ? പെട്ടെന്ന് കമന്റ് ഇട്ടോ. ഒരു ഐഡിയ കിട്ടിയോ എങ്ങനെയാണ് CBT 1 വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച്? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? ആരും ഇല്ലേ അതിലൊന്നും? ഓക്കെ, അപ്പോ നമുക്ക് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നവരൊന്നും നോക്കിയിരിക്കേണ്ട. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ജൂലൈ അല്ലെങ്കിൽ സെപ്റ്റംബറിൽ നമുക്ക് വരും. അതിനുശേഷം പിന്നീട് നമുക്ക് എക്സാംസ് വരുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് മന്ത് ഓഫ് ജാനുവരി ആയിരിക്കും മിക്കവാറും വരുന്നത്, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് മന്ത്. അപ്പൊ നമുക്ക് സമയമില്ല, ഇപ്പോഴേ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കോമ്പറ്റീഷൻസ് എല്ലാം വരുന്നത് നമ്മുടെ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കുക. കാരണം സൗത്തിൽ നിന്നും വലുതായിട്ട് കോമ്പറ്റീഷൻസ് നമുക്ക് കാണില്ല. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത് നമ്മുടെ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവീസിൽ നമുക്ക് കയറാൻ പറ്റും. ഓക്കെ, കാരണം അവന്മാരൊക്കെ അത്രയും സമയം കുത്തിയിരുന്ന് നമ്മളെക്കാട്ടിലും ഇരട്ടി സമയം കുത്തിയിരുന്ന് ഇതിന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ALP എക്സാംസ് ജൂണിൽ കാണുമെന്നാണ് പറയുന്നത്. ഒരു ഫൈനൽ കൺഫർമേഷൻ ഇതായിട്ട് വന്നിട്ടില്ല. ജൂണിൽ കാണുമെന്നാണ്. ഓക്കെ, എക്സാമിന്റെ ഡേറ്റ്, ഫൈനൽ ഡേറ്റ് വന്നില്ല. വന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയുടെ അറിയിപ്പ് അനുസരിച്ചിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ALP എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ALP എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല എങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. പുറത്തുനിന്നുള്ള ആൾക്കാര്, നമ്മുടെ പിള്ളേരാണെങ്കിലും ഒരു സ്ലിം നമ്പർ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ മറ്റൊരു സെഷനിൽ ഇതേപോലെ ബാക്കി എല്ലാവരെയും നമുക്ക് വീണ്ടും കാണാം. ബാക്കി എന്റെ പിള്ളേര് നമുക്ക് ഇനി വീണ്ടും നമുക്ക് ക്ലാസ് വെച്ച് കാണാം. ഓക്കെ, അപ്പൊ ശരിയടാ, ലീവ് ചെയ്തോ.